സെന്റ് മേരീസ് ഓർത്തഡോക്സ് ഇടവക AD 943 സ്ഥാപിതമായി. ഇന്ന് 25 വർഷങ്ങൾക്ക് മുമ്പ് ഭാഗ്യസ്മരണാർഹനായ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് പ്രഥമൻ കാതോലിക്ക ബാവ ഈ ദേവാലയം കത്തീഡ്രലായി ഉയർത്തി. ഈ ദേവാലയത്തിന്റെ മാതൃദേവാലയം കടമ്പനാട് സെന്റ് തോമസ് ദേവാലയമാണ്. പിതാമഹന്മാരുടെ ആത്മീയ തീഷ്ണതയും ആധ്യാത്മിക സംസ്കാരവും ഇഴുകിച്ചേർന്ന ദേവാലയം മലങ്കര ഓർത്തഡോക്സ് സഭയിലെ പ്രധാന ദേവാലയങ്ങളിലൊന്നാണ്. ഈ പുണ്യഭൂമി അനേകം ശ്രദ്ധേയമായ മുഹൂർത്തങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. പരിശുദ്ധ വലിയ ബാവ, ഭാഗ്യസ്മരണാർഹനായ കല്ലുംപുറത്ത് തോമ മാർ ദിവന്നാസിയോസ്, മാത്യൂസ് മാർ തിമോത്തിയോസ്, യോഹാനൻ മാർ ദിമത്രിയോസ്, യോഹാനൻ മാർ തെവോദോറസ് എന്നീ പിതാക്കന്മാർക്കും ശ്രേഷ്ഠരായ വൈദികർക്കും അൽമായ നേതാക്കൾക്കും ജന്മം നൽകിയ ദേവാലയമാണിത്. ചരിത്രപ്രസിദ്ധമായ മാവേലിക്കൽ പടിയോലയ്ക്ക് ആതിഥ്യം അരുളിയ ദേവാലയം തങ്കലിപികളാൽ എഴുതപ്പെടേണ്ട ഒന്നാണിത്. മാവേലിക്കൽ പടിയോലയെ കുറിച്ച് ഒരു വാക്ക്. ബ്രിട്ടീഷ് മിഷണറിമാരുടെ വളരെ പരിഷ്കാരവും അതേസമയം തന്ത്രപൂർവമായ അതീശ ശ്രമങ്ങളെ മലങ്കര സഭ നിരാകരിച്ചതിന്റെ പ്രതീകമാണ് മാവേലിക്കൽ പടിയോല. കൂനൻ കുരിശു സത്യത്തിൽ പങ്കെടുത്ത പുണ്യവാന്മാരുടെ സന്തതി പരമ്പരയാണ് പുതിയകാവ് ഇടവകയിലെ മക്കൾ. ഒരു വാക്ക്. കൂനൻ കുരിശു സത്യം സഭയിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരമായിരുന്നുവെങ്കിൽ മാവേലിക്കൽ പടിയോല രണ്ടാം സ്വാതന്ത്ര്യ സമരമെന്ന് വിളിക്കപ്പെടാം.
ഇതിന്റെ എല്ലാം ആഢ്യത നിലനിർത്തിക്കൊണ്ട് 2014 വർഷം കത്തീഡ്രൽ ഇടവക സഹസ്രാബ്ദോത്തര സപ്തതി വർഷമായും കത്തീഡ്രൽ പ്രഖ്യാപനത്തിന്റെ രജത ജൂബിലിയും സമഗ്രമായി ആഘോഷിക്കുന്നു. പരിശുദ്ധ ദൈവമാതാവിന്റെ സജീവ സാന്നിധ്യം മനുഷ്യ മനസ്സുകളിൽ കുളിർമയേകുന്നു. പിതാക്കന്മാരുടെ തീഷ്ണതയേറിയ ജീവിതത്തെ ഓർത്തുകൊണ്ടും ഇന്ന് വരെയും വഴിനടത്തിയ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടും ഈ മംഗളദിനം ആചരിക്കട്ടെ. ഈ മംഗളദിനത്തിൽ സാമോദം നമുക്ക് ദൈവസന്നിധിയിൽ അണയാം. പരിശുദ്ധ പിതാവിനെയും പിതാക്കന്മാരെയും രാഷ്ട്രീയ സാമുദായിക നേതാക്കന്മാരെയും എല്ലാ നല്ലവരായ ആളുകളെയും ഈ ചരിത്ര മുഹൂർത്തത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ സമ്മേളനത്തിന് തുടക്കം കുറിക്കുകയാണ്. ചരിത്ര നിമിഷങ്ങളിൽ നാം പങ്കുവരാകുന്നു എന്ന ആത്മനിർവൃതിയോടെ എല്ലാവർക്കും സ്വാഗതം അരുളുവാൻ കത്തീഡ്രൽ ഇടവകയുടെ വികാരിയായി സേവനമനുഷ്ഠിക്കുന്ന ബഹുമാനപ്പെട്ട ഗീവർഗീസ് അച്ഛനെ സാദരം ക്ഷണിക്കാം. ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഏറെ ധന്യമായ ഒരു ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കുകയാണ്. മലങ്കര സഭയുടെ പുണ്യപുരാണമായ പുരാതനമായ ഈ ക്രൈസ്തവ ദേവാലയം മാവേലിക്കരയിൽ സ്ഥാപിതമായിട്ട് 1070 സംവത്സരം പൂർത്തിയാകുമ്പോൾ പരിശുദ്ധ സഭയ്ക്ക് ഈ ദേവാലയം സംഭാവന നൽകിയിട്ടുള്ള മഹത്തായ കാര്യങ്ങളെ സ്മരിച്ചുകൊണ്ട് പരിശുദ്ധ സുന്നകദോസ് ഈ ദേവാലയത്തെ കത്തീഡ്രൽ പദവിയിലേക്ക് ഉയർത്തിയിട്ട് 25 സംവത്സരം പിന്നിടുമ്പോൾ ഈ ധന്യ നിമിഷത്തില് ഈ വേദിയിൽ നിന്നുകൊണ്ട് ഈ പരിശുദ്ധ പിതാവിനെയും അഭിമന്യരായ പിതാക്കന്മാരെയും ഈ ജനസഹസ്രങ്ങളെയും സ്വാഗതം ചെയ്യുവാൻ തക്കവണ്ണം ദൈവം കനിഞ്ഞരിയ നിമിഷത്തിനായിട്ട് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിന്റെ തിരുസന്നിധിയിൽ ശിരസ് നമിക്കുന്നു. ഈ പുണ്യപുരാണമായ ദേവാലയം ഇത് ഇത്തരത്തില് മാവേലിക്കരയുടെ നിലനിൽക്കുകയായി നിലകൊള്ളുവാൻ തക്കവണ്ണം ഇടയാകുമ്പോൾ ഇതിന്റെ പിറകിൽ നാളിതുവരെ അക്ഷീണം പരിശ്രമിച്ച് മൺമറഞ്ഞു പോയ പിതാമഹന്മാരെ ഈ അവസരത്തില് നിർവൃതിയോടെ ഓർക്കുകയാണ്. കഴിഞ്ഞ നാളുവരെയും ഈ ദേവാലയത്തിന് ഏറെ സജീവമായ ആത്മീയ നേതൃത്വം നൽകി ദൈവസന്നിധിയിൽ ഇന്നും മധ്യസ്ഥത അണിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വന്യരായ വൈദിക ശ്രേഷ്ഠരെയും അഭിമന്യരായ ദൈവസന്നിധിയിലേക്ക് കടന്നുപോയ പിതാക്കന്മാരെയും സ്മരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ ചരിത്ര സമ്മേളനം ഉദ്ഘാടനം ചെയ്യുവാൻ തക്കവണ്ണം മലങ്കര സഭയുടെ പ്രധാന മേലധ്യക്ഷൻ കേരളക്കരയിൽ എന്നല്ല ഇന്ത്യയിൽ തന്നെ ഒരേ ഒരു കാതോലിക്ക മാത്രമേ ഉള്ളൂ. അത് മലങ്കര സഭയുടെ കാതോലിക്കയാണ്. പൗരസ്ത്യ കാതോലിക്ക സിംഹാസനത്തിൽ വാണരുളുന്ന പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ പൗലോസ് ദ്വിതീയൻ കാതോലിക്ക ബാവ തിരുമനസ്സാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന ഈ സമ്മേളനത്തിൽ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുവാൻ തക്കവണ്ണം പരിശുദ്ധ പിതാവിന്റെ സമയം ചോദിച്ചുകൊണ്ട് പരിശുദ്ധ പിതാവിന്റെ സന്നിധിയിലേക്ക് കത്തീഡ്രൽ ഇടവക കടന്നു ചെന്നപ്പോൾ ഏറെ സന്തോഷത്തോടെ കനിഞ്ഞു നൽകിയ സമയമാണ് മാർച്ച് 8 വൈകിട്ട് 5 മണി. ആ സമയം ഇവിടെ കഴിഞ്ഞിരിക്കുന്ന ഈ സന്ദർഭത്തില് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുവാൻ തക്കവണ്ണം മലങ്കര സഭയുടെ പ്രധാന മേലധ്യക്ഷൻ നമ്മുടെ ആത്മീയ പിതാവ് ക്ഷണം സ്വീകരിച്ച് ഇവിടെ കടന്നു വന്ന് നമ്മെ അനുഗ്രഹിക്കുന്ന നമ്മുടെ ശ്രേഷ്ഠ പിതാവിന് പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ പൗലോസ് ദ്വിതീയൻ കാതോലിക്ക ബാവ തിരുമനസ്സിനെ ഏറ്റവും ആദരവോടെ പ്രാർത്ഥനയോടെ സഹർഷം ഈ ചരിത്ര മുഹൂർത്തത്തിലേക്ക് സ്വാഗതം ആശംസിക്കുകയാണ്. പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ ദിദിമോസ് വലിയ ബാവ തിരുമനസ് ഈ ഇടവകയുടെ ആത്മീയ പുത്രനാണ്. മലങ്കര സഭയ്ക്ക് സുധീരമായ നേതൃത്വം നൽകിയ പരിശുദ്ധ വലിയ ബാവ തിരുമനസ്സിന്റെ മനസ്സിന്റെ സാന്നിധ്യത്തെ സ്മരിച്ചുകൊണ്ട് പരിശുദ്ധ ബാവ തിരുമനസ്സിനെയും ഈ സമ്മേളന വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അഭിമന്യനായ ഡോക്ടർ ജോഷുവ മാർ നിക്കോദിമോസ് തിരുമനസ് പരിശുദ്ധ ബാവ തിരുമനസ്സിനോട് ചേർന്ന് നിന്നുകൊണ്ട് ഈ ഭദ്രാസനത്തിന് നേതൃത്വം നൽകുന്നു. ഈ തരത്തിൽ ക്രമീകരിക്കപ്പെടുന്ന ഒരു സമ്മേളനത്തെയും ആഘോഷ നടപടികളെയും കുറിച്ച് അഭിമന്യ തിരുമനസ്സിനെ അറിയിച്ചപ്പോൾ തിരുമനസ്സുകൊണ്ട് ചില പ്രത്യേകമായ ആഗ്രഹങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെയും നൽകുകയുണ്ട്. അവയൊക്കെയും പൂർണ്ണമായ നിലയിൽ പ്രാവർത്തികമാക്കുവാൻ സാധ്യമായില്ലെങ്കിലും ചിലവയൊക്കെ ഞങ്ങൾ സാക്ഷാത്കരിക്കാന്നൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. ഈ സമ്മേളനത്തിന് അധ്യക്ഷത വഹിക്കുന്നത് അഭിമന്യനായ ഡോക്ടർ ജോഷുവ മാർ നിക്കോദിമോസ് തിരുമനസ്സുകൊണ്ടാണ്.
അഭിമന്യ തിരുമനസ്സിനെ ഏറ്റവും ആദരവോടെ കത്തീഡ്രൽ ഇടവകയുടെ നാമത്തില് കൂടി വന്നിട്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെയും നാമത്തില് സഹർഷം സ്വാഗതം ആശംസിക്കുകയാണ്. അഭിമന്യനായ ഡോക്ടർ മാത്യൂസ് മാർ തീമോത്തിയോസ് തിരുമനസ്, പരിശുദ്ധ സഭയുടെ UK, യൂറോപ്പ്, ആഫ്രിക്ക ഭദ്രാസനങ്ങളുടെ അധിപൻ, മാവേലിക്കര പുതിയകാവ് കത്തീഡ്രൽ ഇടവകയുടെ ആത്മീയ പുത്രൻ, മലങ്കര സഭയുടെ ശുശ്രൂഷക സംഘത്തിന്റെ പ്രസിഡന്റ്, വിവിധങ്ങളായ നിലകളിൽ ആത്മീയ നേതൃത്വം നൽകുന്ന വൈദിക സെമിനാരിയുടെ പ്രൊഫസർ കൂടിയാകുന്ന അഭിമന്യനായ ഡോക്ടർ മാത്യൂസ് മാർ തീമോത്തിയോസ് തിരുമനസിനെ ഏറ്റവും ആദരവോടെ ഈ സമ്മേളന നഗരിയിലേക്ക് കത്തീഡ്രൽ ഇടവകയുടെ നാമത്തില് കൂടി വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ നാമത്തില് സഹർഷം സ്വാഗതം ആശംസിക്കുകയാണ്. അഭിമന്യനായ ഡോക്ടർ യോഹന്നാൻ മാർ ദിമത്രിയോസ് തിരുമനസ്, ഇന്ദ്രപ്രസ്ഥത്തിന്റെ സഭയുടെ നായകൻ, ഡൽഹി ഭദ്രാസനത്തിന്റെ അധിപൻ, അഭിമന്യനായ ഡോക്ടർ യോഹന്നാൻ മാർ ദിമത്രിയോസ് തിരുമനസ്സും പുതിയകാവ് കത്തീഡ്രൽ ഇടവകയുടെ ആത്മീയ മകനാകുന്നു എന്ന് പറയുന്നതിൽ കത്തീഡ്രൽ ഇടവകയ്ക്ക് അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. അഭിമന്യ തിരുമനസ്സിനെയും ഈ കൂടി സമ്മേളനത്തിലേക്ക് കത്തീഡ്രൽ ഇടവകയുടെ നാമത്തില് കൂടി വന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെയും നാമത്തില് സഹർഷം സ്വാഗതം ആശംസിക്കുകയാണ്. ഈ സമ്മേളന നഗരിയിലേക്ക് കടന്നു വന്നിരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ നിർവാഹക സമിതി അംഗം ബഹുമാനപ്പെട്ട CK പത്മനാഭൻ അവറുകള്, അദ്ദേഹത്തെ ഏറ്റവും ആദരവോടെ കത്തീഡ്രൽ ഇടവകയുടെ നാമത്തില് കൂടി വന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെയും നാമത്തില് സഹർഷം സ്വാഗതം ആശംസിക്കുകയാണ്. മാവേലിക്കരയുടെ പ്രിയപ്പെട്ട നഗരപിതാവ് അഡ്വക്കേറ്റ് KR മുരളീധരൻ അവറുകള്, കത്തീഡ്രൽ ഇടവകയുടെ എല്ലാ കാര്യങ്ങൾക്കും ആവശ്യമായ പിന്തുണയും സഹകരണവും നൽകുന്ന ആരാധനായ നഗരസഭാ പിതാവ് അഡ്വക്കേറ്റ് KR മുരളീധരൻ അവറുകളെ ഏറ്റവും ആദരവോടെ അതിൽ ഇടവകയുടെ നാമത്തില് കൂടി വന്നിരിക്കുന്ന ഈ ജനതയുടെ നാമത്തില് സഹർഷം സ്വാഗതം ആശംസിക്കുകയാണ്. അഭിനന്ദനായ ഡോക്ടർ യോഹന്നാൻ മാർ തെവോദോറോസ് തിരുമനസ്സുകൊണ്ട് ഇന്ന് ഇവിടെ കടന്നു വരാം എന്ന് അറിയിച്ചിരുന്നതാണ്. പരിശുദ്ധ സഭയുടെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു സംരംഭമാണ് ആന്ധ്രയിലെ യച്ചാരം ബാലഗ്രാമം. അത് സ്ഥാപിതമാകും. നാളെ അതിന്റെ വാർഷികമാണ്. മിഷൻ ബോർഡിന്റെ പ്രസിഡന്റ് എന്നുള്ളതിൽ അദ്ദേഹത്തിന് അവിടെ ഉണ്ടായിരിക്കേണ്ടത് അനിവാര്യമാകിയാൽ അഭിമന്യ പിതാവ് എല്ലാവിധമായ ആശംസകളും അറിയിച്ച് അവിടേക്ക് കടന്നുപോയി. അഭിമന്യ തിരുമനസ്സിനെയും അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിൽ ഞാൻ ഇവിടെ അദ്ദേഹത്തിന്റെ ആശംസ അറിയിച്ചുകൊണ്ട് സ്വാഗതം ആശംസിക്കുകയാണ്. ബഹുമാനപ്പെട്ട കേരള ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല അവറുകൾ കടന്നു വരാം എന്ന് അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ശ്രീ കൊടിയേരി ബാലകൃഷ്ണൻ, രണ്ടുപേരും കേരളത്തിലെ രണ്ട് സമുന്നതമായ രാഷ്ട്രീയ പാർട്ടികളുടെ സമുന്നതമായ സ്ഥാനങ്ങൾ അലങ്കരിക്കുന്ന വ്യക്തിത്വങ്ങളാണ്. ഭാരതമാകമാനം ഇലക്ഷന്റെ നടപടിക്രമങ്ങളിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. തത്സംബന്ധമായി അത്യാവശ്യമായ ചില പ്രോഗ്രാമുകൾ കേരള തലസ്ഥാനത്ത് നടക്കുന്നതിനാൽ ഇരുവരും ഇവിടെ എത്തിച്ചേർന്നിട്ടില്ല. ഇരുവരെയും പ്രതീക്ഷിച്ചുകൊണ്ട് ഇരുവരെയും കൂടി വന്നിരിക്കുന്ന എല്ലാവരുടെയും നാമത്തില് സഹർഷം സ്വാഗതം ആശംസിക്കുകയാണ്. ശ്രീ R. രാജേഷ് MLA അദ്ദേഹം കടന്നു വരും. അദ്ദേഹത്തെയും ഈ കൂടി വന്നിരിക്കുന്ന സമൂഹത്തിന്റെ നാമത്തില് കത്തീഡ്രൽ ഇടവകയുടെ നാമത്തില് പ്രത്യേകമായിട്ട് സ്വാഗതം ആശംസിക്കുകയാണ്. മാവേലിക്കര ഭദ്രാസനത്തിന്റെ സെക്രട്ടറി ബഹുമാനപ്പെട്ട ജേക്കബ് ജോൺ കല്ലട-അച്ഛൻ ഈ കത്തീഡ്രൽ ഇടവകയുടെ മുൻ വികാരി കൂടിയാകുന്നു. കത്തീഡ്രൽ ഇടവകയുടെ പുത്രി ദേവാലയമാണ് വഴിവാടി ദേവാലയത്തിന്റെ വികാരി കൂടിയാകുന്നു. വിവന്യനായ ജേക്കബ് ജോൺ അച്ഛനെയും ഏറ്റവും ആദരവോടെ സന്തോഷത്തോടെ വേദിയിലേക്ക് സ്വാഗതം ആശംസിക്കുകയാണ്. അതിനായ അച്ഛനെയും ഏറ്റവും ആദരവോടെ സ്വാഗതം ആശംസിക്കുകയാണ്. 1070 വർഷത്തെ ചരിത്രമിറങ്ങുന്ന ഈ കത്തീഡ്രൽ ഇടവകയിൽ നിന്ന് കാലാകാലങ്ങളിലായിട്ട് 7 ദേവാലയങ്ങൾ സ്വതന്ത്രമായി തീർന്നിട്ടുണ്ട്. കുന്നം സെന്റ് ജോർജ് ദേവാലയം, തോലക്കാട് സെന്റ് ജോർജ് ദേവാലയം, അറുന്നൂറ്റുമംഗലം സെന്റ് കുര്യാക്കോസ് ദേവാലയം, പുന്നമോട് സെന്റ് ഗ്രിഗോറിയോസ് ദേവാലയം, കുട്ടമ്പേരൂർ സെന്റ് ഗ്രിഗോറിയോസ് ദേവാലയം, കാരാഴ്മ സെന്റ് മേരീസ് ദേവാലയം, വഴിവാടി മാർ ബസേലിയോസ് ദേവാലയം. ഈ ദേവാലയങ്ങളിലെ വന്യരായ വൈദിക ശ്രേഷ്ഠരെയും ബഹുമാന്യ ക്രൈസ്താനികളെയും സെക്രട്ടറിമാരെയും മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളെയും ദേവാലയങ്ങളിലെ എല്ലാ വിശ്വാസികളെയും ഏറ്റവും ആദരവോടെ ഈ സമ്മേളന നഗരയിലേക്ക് കത്തീഡ്രൽ ഇടവകയുടെ നാമത്തിൽ സഹർഷം സ്വാഗതം ആശംസിക്കുകയാണ്. കത്തീഡ്രൽ ഇടവകയ്ക്ക് കഴിഞ്ഞ 25 വർഷക്കാലമായി പ്രത്യേകമായിട്ട് കത്തീഡ്രലായി പ്രഖ്യാപിച്ചതിന് ശേഷം
ആത്മീയ നേതൃത്വം നൽകിയ വന്ദരായ വൈദികരെ ഈ സമ്മേളന വേദിയിൽ പ്രത്യേകമായി ആദരിക്കുന്നുണ്ട്. അതുകൊണ്ട് അവരെ പ്രത്യേകമായിട്ടും ഇടവകയ്ക്ക് ശുശ്രൂഷ നൽകിയിട്ടുള്ള എല്ലാ വൈദ്യരായ വൈദിക ശ്രേഷ്ഠരെയും ഏറ്റവും ആദരവോടെ പ്രത്യേകമായിട്ട് ഈ സമ്മേളന നഗരിയിലേക്ക് സ്വാഗതം ആശംസിക്കുകയാണ്. അതിൽ ഇടവകയുടെ അഭിമാനങ്ങളായി മലങ്കര സഭയ്ക്ക് വിവിധ ദേവാലയങ്ങളിൽ ആത്മീയ നേതൃത്വം നൽകുന്ന 18ഓളം വന്ദരായ വൈദിക ശ്രേഷ്ഠരുണ്ട്. വന്ദരായ വൈദിക ശ്രേഷ്ഠരെ എല്ലാവരെയും ഏറ്റവും ആദരവോടെ സന്തോഷത്തോടെ സ്വാഗതം ആശംസിക്കുകയാണ്. ഈ സമ്മേളന ഈ ആഘോഷ പരിപാടികളോടനുബന്ധമായിട്ട് അഖില മലങ്കര അടിസ്ഥാനത്തില് ഫെബ്രുവരി മാസം 27-ാം തീയതി പ്രസംഗ മത്സരവും ക്വിസ് മത്സരങ്ങളും നടത്തപ്പെടുകയുണ്ടായി. ഈ മത്സരങ്ങളിൽ വിജയികളായി സമ്മാനങ്ങൾ നേടുവാൻ തക്കവണ്ണം ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള വിജയികളായിട്ടുള്ള എല്ലാവരെയും പ്രത്യേകമായിട്ട് സന്തോഷത്തോടെ സ്വാഗതം ആശംസിക്കുകയാണ്. സമീപ ദേവാലയങ്ങളിൽ നിന്ന് കടന്നു വന്നിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും ബഹുമാന്യ അതിഥികളെയും അതേപോലെ ഈ ഇടവകയുടെ ഈ മഹത്തരമായ സംഭവം ചരിത്രത്തിന്റെ നങ്കലിപികളിൽ എഴുതപ്പെടുവാൻ ഇടയാകുമാറ് ഒരു മഹത് സംഭവമാക്കി തീർക്കുവാൻ തക്കവണ്ണം അക്ഷീണം പരിശ്രമിച്ച് അധ്വാനിച്ച അതിൽ ഇടവകയുടെ ട്രസ്റ്റി, സെക്രട്ടറി, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങള്, ആഘോഷ കമ്മിറ്റിയുടെ ചെയർമാൻ, അതുപോലെ തന്നെ വിവിധ സബ് കമ്മിറ്റികളുടെ ചെയർമാൻമാര്, വിവിധ കമ്മിറ്റി അംഗങ്ങള് എല്ലാവരെയും ഏറ്റവും സന്തോഷത്തോടെ ആദരവോടെ സ്വാഗതം ചെയ്യുകയാണ്. മാവേലിക്കര ദേശം ഇതിനു മുൻപ് 3 ക്രൈസ്തവ റാലികൾക്ക് സാക്ഷ്യം വഹിക്കുകയുണ്ടായി. ഈ 3 ക്രൈസ്തവ റാലികള് ഒന്ന് കേരളം മുഴുവനുമായി നടത്തപ്പെട്ട ഒന്നാണ്. മറ്റ് 2 മാവേലിക്കര ഭദ്രാസനം മുഴുവനുമായി നടത്തപ്പെട്ടവയാണ്. ഈ 3 റാലികളോട് കിടപിടിക്കുവാൻ തക്കവണ്ണം കത്തീഡ്രൽ ഇടവകയിലെ 12 കരകളിൽ നിന്നുള്ളതായ എൻ്റെ പ്രിയപ്പെട്ട എല്ലാവരും, കുഞ്ഞുകുട്ടി ആബാലവൃദ്ധ ജനങ്ങളും ഏറ്റവും ആവേശത്തോടെ സന്തോഷത്തോടെ ഉത്സാഹത്തോടെ ഈ റാലിയിലെ പങ്കുചേരുകയുണ്ടായി. റാലിയുടെ മുൻനിര കത്തീഡ്രൽ ദേവാലയത്തിൽ എത്തുമ്പോഴും പിൻനിര നടക്കാവ് ജംഗ്ഷനിന് പിറകിൽ നിൽക്കുന്ന അത്ര ദൈർഘ്യമേറിയ ഒരു റാലി, ഏറെ മനോഹരമായ ഏറെ വർണ്ണശബളമായ ഒരു റാലി. ഇതിനു വേണ്ടി വളരെ അധികം അധ്വാനിച്ച എൻ്റെ എല്ലാ പ്രിയപ്പെട്ട ഇടവക ജനങ്ങളെയും നെഞ്ചോട് കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് ഞാൻ ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവരെയും പ്രത്യേകമായിട്ട് സ്വാഗതം ആശംസിക്കുകയാണ്. എല്ലാ പ്രിയപ്പെട്ടവരെയും ഏറ്റവും ആദരവോടെ ഒരു മഹത് സംരംഭത്തിന് സാക്ഷ്യം കുറിക്കുവാൻ തക്കവണ്ണം സ്വാഗതം ചെയ്തുകൊണ്ട് ദൈവ കൃപയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് പരമകാരുണ്യവാനായ ദൈവത്തിന് സ്തുതി കരയേറ്റിക്കൊണ്ട് എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ. ഈ ഇടവകയിലെ കഴിഞ്ഞ നാളിലെ എല്ലാ ദൈവിക നന്മകൾക്കും മുന്നിൽ ശിരസ്സ് നമിച്ചുകൊണ്ട് പൂർവ്വ പിതാക്കന്മാരെ സ്മരിച്ചുകൊണ്ടും ചരിത്ര വഴികളിലൂടെ പ്രയാണം ചെയ്ത ഈ ദേവാലയത്തിന്റെ സുന്ദര നിമിഷങ്ങളെ നമുക്ക് സ്മരിക്കാം. ഇതിനായി കത്തീഡ്രൽ ദേവാലയത്തിന്റെ ഊർജ്ജസ്വലനായ സെക്രട്ടറി, യുവത്വത്തിന്റെ പ്രതീകമായ ജി കോശി അവരുടെ സാദരം ക്ഷണിക്കുന്നു. വന്യ വൈദിക ശ്രേഷ്ഠരെ, ഏറ്റവും ബഹുമാനപ്പെട്ട ഭാരതീയ ജനതാ പാർട്ടിയുടെ അഖിലേന്ത്യാ നിർവാഹക സമിതി അംഗം ശ്രീ CK പത്മനാഭൻ, മാവേലിക്കര നഗരസഭയുടെ ചെയർമാൻ അഡ്വക്കേറ്റ് KR മുരളീധരൻ, പ്രിയപ്പെട്ട ജേക്കബ് ജോൺ അച്ഛൻ, പ്രിയപ്പെട്ട മത്തായി വിൽനട്ട് അച്ഛൻ, പ്രിയപ്പെട്ട D ഗീവർഗീസ് അച്ഛൻ, പ്രിയമുള്ള വിശ്വാസികളുടെ സമൂഹമേ, മാവേലിക്കര പുതിയകാവ് സെന്റ് മേരീസ് കത്തീഡ്രൽ ദേവാലയം സ്ഥാപിച്ചതിന്റെ 1070-ാം വാർഷികവും കത്തീഡ്രൽ പ്രഖ്യാപനത്തിന്റെ 25ാമത് വാർഷികവും ആഘോഷിക്കുന്ന ഈ സുദിനത്തിൽ ഈ ദേവാലയം പിന്നിട്ട ചരിത്ര വഴികളെ കുറിച്ച് വളരെ ചുരുക്കമായി പ്രതിപാദിക്കട്ടെ. ക്രിസ്തുശിഷ്യനായ സെന്റ് തോമസ് AD 52-ൽ ഭാരതത്തിന്റെ പല ഭാഗത്തും കേരളക്കരയിലും എത്തി 7 ദേവാലയങ്ങൾ സ്ഥാപിച്ചതും ക്രൈസ്തവ സഭയ്ക്ക് ഇവിടെ അടിത്തറയിട്ടതും ശക്തമായ പാരമ്പര്യമാണ്. വാണിജ്യ ബന്ധങ്ങളും പൗരാണിക യഹൂദ കോളനികൾ നിലവിലിരുന്നതും പ്രാചീന ഗ്രന്ഥങ്ങളും ചരിത്ര രേഖകളും മലങ്കര സഭയുടെ മാർത്തോമൻ പൈതൃകത്തെ സാധൂകരിക്കുന്നു. വാണിജ്യത്തിലും കൃഷിയിലും ഏർപ്പെട്ട് മാവേലിക്കരയിൽ താമസമുറപ്പിച്ച തദ്ദേശീയ ക്രൈസ്തവർ ആദ്യകാലങ്ങളിൽ കടമ്പനാട് പള്ളിയിലും പിന്നീട് AD 869-ൽ സ്ഥാപിതമായ കായംകുളം പള്ളിയിലും ആരാധിച്ചു വന്നു. മലയാള വർഷം 118-ൽ അതായത് AD 943-ൽ മാവേലിക്കരയിൽ ഒരു ക്രൈസ്തവ ദേവാലയം സ്ഥാപിതമായെന്ന് ക്രൈസ്തവ വിജ്ഞാനകോശത്തിലും ലഭ്യമായ മറ്റ് രേഖകളിലും പറഞ്ഞിരിക്കുന്നു. പോർച്ചുഗീസ് ചരിത്രകാരനായ ഗുവേയ എഴുതിയ ജോർനാദ എന്ന യാത്രാവിവരണ ഗ്രന്ഥത്തിൽ 16-ാം നൂറ്റാണ്ടിൽ കേരളത്തിൽ ഉണ്ടായിരുന്ന പ്രധാന ക്രൈസ്തവ ദേവാലയങ്ങളുടെ കൂട്ടത്തിൽ മാവേലിക്കര പുതിയകാവ് പള്ളി ഉണ്ടെന്ന് പരാമർശിക്കുന്നു. 16-ാം നൂറ്റാണ്ടിന്റെ അന്ത്യത്തിൽ ജെസൂട്ട് പുരോഹിതന്മാർ മാവേലിക്കര പുതിയകാവ് പള്ളി സന്ദർശിച്ചതായും ഇവിടുത്തെ നസ്രാണികൾ ആചരിച്ചു വന്ന 3 നോമ്പ്
15 നോമ്പ് ഇവയെപ്പറ്റി അവർ കത്തുകൾ അയച്ചതായും രേഖയുണ്ട്. വിദേശ ആധിപത്യ പ്രവണതകൾക്കെതിരെ സ്വാതന്ത്ര്യത്തിന്റെയും തദ്ദേശ സംസ്കാരത്തിന്റെയും വഴിത്താരയിലൂടെയാണ് മാവേലിക്കര പുതിയകാവ് പള്ളി എന്നും സഞ്ചരിച്ചിട്ടുള്ളത്. പോർച്ചുഗീസ് അധിനിവേശം മൂലം 1599 ഉദയംപേരൂർ സുനഹദോസിൽ വെച്ച് റോമൻ പോപ്പിന്റെ ആധിപത്യം അടിച്ചേൽപ്പിക്കാനുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് 1653 കൂനൻ കുരിശ് സത്യത്തിലൂടെ അടിമത്തത്തെ വലിച്ചെറിഞ്ഞ വിമോചന യജ്ഞത്തിൽ മാവേലിക്കര പുതിയകാവ് പള്ളിയിലെ പൂർവിക വിശ്വാസ ധീരന്മാർ സജീവ പങ്കുവഹിച്ചു. 1757 തിരുവിതാംകൂർ സന്ദർശിച്ച ഫ്രഞ്ചുകാരനായ ഡ്യൂപ്പെറോൺ നൽകുന്ന വിവരണത്തിൽ മാവേലിക്കര പുതിയകാവ് പള്ളി ദൈവമാതാവിന്റെ നാമത്തിൽ ഉള്ളതാണെന്ന് പറയുന്നുണ്ട്. 1789 പുതിയകാവ് പള്ളിയിൽ മലങ്കര സഭയുടെ ഒരു സഭായോഗം 6ാം മർത്തോമയുടെ അധ്യക്ഷതയിൽ കൂടി ആരാധനക്രമങ്ങളെ കുറിച്ച് തീരുമാനമെടുത്തത് സഭാ ചരിത്രത്തിലെ ഒരു പ്രധാന സംഭവമാണ്. 1818 ഡിസംബർ 3-നും 1836 ജനുവരി 16-നും അഖില മലങ്കര അടിസ്ഥാനത്തിൽ സുപ്രധാന സഭായോഗങ്ങൾ ഇവിടെ കൂടുകയുണ്ടായി. സുപ്രസിദ്ധമായ മാവേലിക്കര പടിയോല രചിച്ചത് 1836 സമ്മേളനത്തിലാണ്. 1076 കൂടിയ മുളന്തുരുത്തി സിനഹദോസിൽ ഈ പള്ളിയിൽ നിന്ന് പ്രതിനിധികൾ പങ്കെടുത്തിരുന്നു. 1938 ഏപ്രിൽ 7-ന് അലക്സിയോസ് മാർ ദേവോദോസിയോസ് മെത്രോപൊലിത്തായും 1900 മെയ് 6-ന് ഇന്ത്യയുടെ മുൻ പ്രസിഡന്റ് ഡോക്ടർ AS രാധാകൃഷ്ണന്റെ സഹപാഠിയും സുഹൃത്തുമായിരുന്ന തോമാമാർ ദിവന്യാസിയോസ് മെത്രോപൊലിത്തായും മെത്രാനായി വാഴിക്കപ്പെട്ടത് ഈ പള്ളിയിൽ വെച്ചാണ്. 1985 മെയ് 15-ന് ഈ പള്ളിയിൽ വെച്ചാണ് ഇപ്പോഴത്തെ കാതോലിക്ക ബാവായും ഈ യോഗത്തിന്റെ ഉദ്ഘാടകനുമായ പരിശുദ്ധ പൗലോസ് നിധിയൻ ബാവ തിരുമേനി ഉൾപ്പെടെ 5 മെത്രാന്മാരെ വാഴിക്കപ്പെട്ടത്. ഈ ദേവാലയത്തിന്റെ സഹസ്രാബ്ദി 1943 സെപ്റ്റംബർ 26-ന് വിവിധ പരിപാടികളോടുകൂടി നടത്തുകയുണ്ടായി. പരിശുദ്ധ ഗീവർഗീസ് നിധിയൻ ബാവ തിരുമേനി ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി. സഭാ ചരിത്രത്തിൽ ഈ ദേവാലയത്തിനുള്ള സ്ഥാനം കണക്കിലെടുത്ത് 1989 മാർച്ച് 12-ന് പരിശുദ്ധ മാത്യൂസ് പ്രഥമൻ ബാവ തിരുമേനി ഈ ദേവാലയത്തെ കത്തീഡ്രലായി പ്രഖ്യാപിച്ചു. 1500 കുടുംബങ്ങളുള്ള ഈ ഇടവകയിൽ കല്ലുമല സൗത്ത്, മറ്റം, കൊറ്റാറുകാവ്, കൊച്ചിക്കൽ, മുള്ളിക്കുളങ്ങര എന്നീ സ്ഥലങ്ങളിൽ ചാപ്പലുകളുണ്ട്. വിവിധ കാലഘട്ടങ്ങളിൽ സൗകര്യാർത്ഥം ഈ പള്ളിയിൽ നിന്ന് തിരിഞ്ഞു സ്ഥാപിക്കപ്പെട്ട ഇടവകളാണ് കാരാഴ്മ, കുട്ടമ്പേരൂർ, പുന്നമ്മൂട്, അറുനൂറ്റിമംഗലം, കുന്നം, തോനക്കാട്, വഴിവാടി എന്നിവ. അനേകം പ്രശസ്ത വ്യക്തികളുടെ ജന്മം കൊണ്ട് ഈ ഇടവക ധന്യമാണ്. CM സ്റ്റീഫൻ, ഡോക്ടർ PC അലക്സാണ്ടർ, പത്രാധിപർ ജേക്കബ് കുര്യൻ തുടങ്ങിയ പ്രഗത്ഭർ ഈ കൂട്ടത്തിൽ പെടുന്നു. വിദ്യാഭ്യാസ രംഗത്തും വലിയ സേവനങ്ങൾ നിർവഹിക്കുന്ന ഈ ഇടവകയുടെ കീഴിൽ ഇപ്പോൾ മാർ ബെസേലിയോസ് ITIയും +2 വരെയുള്ള സെന്റ് മേരീസ് കത്തീഡ്രൽ പബ്ലിക് സ്കൂളും പ്രവർത്തിക്കുന്നു. നാടിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിലും മതസൗഹാർദ്ദം കാത്തു സൂക്ഷിക്കുന്നതിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നതിലും വളരെ ശ്രദ്ധിക്കുന്ന ഒരു ദേവാലയമാണിത്. പള്ളി സ്ഥാപനത്തിന്റെ 1070-ാം വാർഷികവും കത്തീഡ്രൽ പ്രഖ്യാപനത്തിന്റെ 25-ാം വാർഷികവും കൊണ്ടാടുന്ന ഈ വേളയിൽ ഭവന നിർമ്മാണ പദ്ധതി, ചികിത്സാ സഹായ പദ്ധതി, ചരിത്ര മ്യൂസിയം, വെബ്സൈറ്റ്, പാലിയേറ്റീവ് കെയർ സെന്റർ എന്നിവയുടെ ഉദ്ഘാടന കർമ്മവും നിർവഹിക്കുന്നു. വിനയപൂർവ്വം എല്ലാവരെയും ഈ യോഗത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. മലങ്കര സഭയുടെ അമരക്കാരൻ ചടുലമായ നീക്കങ്ങൾ, ശ്രദ്ധേയമായ തീരുമാനങ്ങളാൽ മലങ്കര സഭയെ നയിക്കുന്ന മലങ്കര സഭയുടെ പരമാധ്യക്ഷൻ, കിഴക്കിന്റെ ഒക്കെയുടെയും പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ പൗലോസ് നിധിയൻ കാതോലിക്ക ബാവ പരിശുദ്ധ പിതാവിനെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുവാൻ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വിളക്ക് കത്തിച്ച് ഇപ്പോൾ ഈ മഹൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതോടൊപ്പം തന്നെ ഭവനദാന പദ്ധതിയുടെ ഉദ്ഘാടനവും പരിശുദ്ധ ബാവ തിരുമേനി നിർവഹിക്കുന്നതാണ്. എല്ലാവർക്കും എഴുന്നേൽക്കാം. Yeah.
ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന അഭിവന്യ ഡോക്ടർ ജോഷുവ മാർ നിക്കോദിമോസ് മെത്രാപ്പൊലീത്ത, വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന സഹോദര മെത്രാപ്പൊലീത്തന്മാരെ, വെബ്സൈറ്റ് ഉദ്ഘാടനം ചെയ്യുവാൻ തക്കവണ്ണം ഇവിടെ ആദരനായിരിക്കുന്ന BJP ദേശീയ നിർവാഹക സമിതി അംഗം ശ്രീ CK പത്മനാഭൻ, മുനിസിപ്പൽ ചെയർമാൻ അഡ്വക്കേറ്റ് KR മുരളീധരൻ, പ്രിയപ്പെട്ട മത്തായി വിളനിലത്തച്ഛൻ, ഭദ്രാസന സെക്രട്ടറി ജേക്കബ് ജോണച്ചൻ, ഈ കത്തീഡ്രലിൻ്റെ കൈക്കാരനായിരിക്കുന്ന ശ്രീ സൈമൺ വർഗീസ്, ജനറൽ കൺവീനറായിരിക്കുന്ന ശ്രീ ടി തമ്പാൻ, ബഹുമാനപ്പെട്ട മാത്യു വൈറ്റൻ കോറപ്പിസ്കോപ്പ, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തികളെ, സദസ്സിൽ ഉപവിഷ്ടരായിരിക്കുന്ന കോറപ്പിസ്കോപ്പമാർ ഉൾപ്പെടെയുള്ള വൈദിക സഹോദരങ്ങളെ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന സഹോദരി സഹോദരങ്ങളെ, വാത്സല്യ നിധികളായ കുഞ്ഞുങ്ങളെ, ഈ പുരാതനമായ ഈ മാവേലി പുതിയകാവ് സെൻറ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൻ്റെ ചരിത്ര താളുകളിലേക്ക് നാം ഒന്ന് തിരിഞ്ഞു നോക്കുവാൻ തക്കവണ്ണമുള്ളൊരു സന്ദർഭമാണല്ലോ ഇത്. ഈ ഇടവക സ്ഥാപിക്കപ്പെട്ട് 1070 വർഷം പിന്നിട്ടിരിക്കുന്നു. ഈ ഇടവകയ്ക്ക് മലങ്കര സഭ ഒരു പ്രത്യേക പദവി നൽകിയിട്ട് 1/4 നൂറ്റാണ്ട് അല്ലെങ്കിൽ 25 വർഷം അതും കഴിഞ്ഞിരിക്കുകയാണ്. ഇങ്ങനെയുള്ള 2 ചരിത്ര മുഹൂർത്തങ്ങളെ കുറിച്ച് നാം ഒന്ന് അന്വേഷിക്കുവാനും അതിൻ്റെ കഴിഞ്ഞകാല പ്രവർത്തന ശൈലികളെ വിലയിരുത്തുവാനും ഒക്കെയാണ് ഈ സമ്മേളനം കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്ന് ഞാൻ കരുതട്ടെ. ഭൂതകാലവും വർത്തമാനകാലവും ഭാവി കാലവുമാണ് കാലത്തെ സംബന്ധിച്ചിടത്തോളം നാം എപ്പോഴും പഠിക്കുന്നത്. ഭൂതകാലത്തിൽ എന്ത് സംഭവിച്ചു എന്നുള്ളതിൻ്റെ അനന്തര ഫലങ്ങളാണ് വർത്തമാന കാലഘട്ടത്തിൽ നാം അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഭാവി കാലത്തെക്കുറിച്ച് നമുക്കൊന്നും കൃത്യമായി പ്രവചിക്കുവാൻ സാധിക്കുകയില്ല. ഭൂതകാലത്തിലും വർത്തമാനകാലത്തിലുമുള്ള വ്യവസ്ഥിതികളെ കൃത്യമായി അവലോകനം ചെയ്ത് നാളെയെക്കുറിച്ച് നാം ആവശ്യമുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്ത് മുന്നേറുവാനായിട്ട് നമുക്ക് കഴിയും. തീർച്ചയായും 1000 വർഷങ്ങൾക്ക് മുൻപ് തന്നെ നമ്മുടെ പൂർവികന്മാർ, കാരണവന്മാർ ഇവിടെ ഒരു ഈശ്വരാരാധന, ദൈവാരാധനയ്ക്കുള്ള സ്ഥാനം കണ്ടെത്തി ഇവിടെ ദൈവത്തെ കൃത്യമായി മാർത്തോമാ ശ്ലീഹായുടെ പിന്തലമുറക്കാർ എന്നുള്ള നിലയിൽ ആരാധന തുടങ്ങി എന്നുള്ളത് പൂർവികരോടുള്ള നമ്മുടെ നന്ദി നിറഞ്ഞ ഓർമ്മയും സ്മരണയും പങ്കുവെക്കുവാനുള്ള സന്ദർഭമാണിന്ന്. വർത്തമാന കാലഘട്ടത്തിൻ്റെ സംസ്കാരം എന്താണെന്ന് ചോദിച്ചാൽ പഴയത് പഴഞ്ചനാണ്, പഴയതിനെ നാം അന്വേഷിക്കേണ്ടതില്ല എന്ന് ഉള്ള ഒരു സംസ്കാരം ആധുനിക കാലഘട്ടത്തിലേക്ക് കടന്നു കയറുന്നുണ്ട്. പഴയതെല്ലാം വലിച്ചെറിയാനുള്ളതാണ്, അതേക്കുറിച്ച് ചിന്തിക്കേണ്ടതേയില്ല. അങ്ങനെ പല ചരിത്ര സത്യങ്ങളും നാം കണ്ടില്ലെന്ന് നടിക്കുകയും അവസാനം വന്ന് പ്രായമായ മാതാപിതാക്കളെ അടക്കം കാണേണ്ടതില്ല, അന്വേഷിക്കേണ്ടതില്ല എന്ന ഒരു പുതിയ ആധുനിക യുഗത്തിൻ്റെ ഒരു അനാവശ്യമായ അല്ലെങ്കിൽ അത് അശുഭകരമായ ഒരു പശ്ചാത്തലം വരെ ഇന്ന് നാം നേരിട്ട് കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ളൊരു പശ്ചാത്തലത്തിൽ ഒരു ഇടവകയുടെ പഴമയെക്കുറിച്ചും പൂർവികന്മാരെക്കുറിച്ചും ഒരു ഇടവക എങ്ങനെ നിലവിൽ വന്നു എന്നുള്ളതിനെക്കുറിച്ച് അന്വേഷിക്കുകയും അത് നാം അതിൻ്റെ സ്മരണ പുതുക്കുകയും ചെയ്യുന്നത് തീർച്ചയായും വളരെ അനിവാര്യമാണെന്നാണ് എൻ്റെ വിചാരം. 16-ാം നൂറ്റാണ്ട് വരെയും കേരളത്തിലെ ക്രൈസ്തവർ രാജ്യത്തെ എല്ലാ മതങ്ങളോടും രാജ്യത്തിൻ്റെ ഭരണാധികാരികളോടും
അഥവാ മഹാരാജാക്കന്മാരോടും മഹാരാജാക്കന്മാർ തൻ്റെ പ്രജകളോടും പിതൃപുത്ര ബന്ധം എന്ന നിലയിലാണ് കഴിഞ്ഞിരുന്നത്. 16-ാം നൂറ്റാണ്ട് വരെയും അങ്ങനെ തന്നെയായിരുന്നു. നിങ്ങൾക്കറിയാം, അന്ന് ഭരണം നടത്തിയിരുന്ന മഹാരാജാക്കന്മാർ പ്രജാവത്സലരായിരുന്നു. രാജഭക്തിയുള്ള ക്രൈസ്തവ സമൂഹത്തെക്കുറിച്ച് പല സന്ദർഭങ്ങളിലും മഹാരാജാക്കന്മാർ പ്രശംസിച്ചിട്ടുള്ളത് ചരിത്രം പരിശോധിക്കുന്നവർക്ക് അറിയാം. നമ്മുടെ സഭയുടെ പൂർവ്വപിതാക്കന്മാർക്ക് ആ കാലഘട്ടത്തിലെ മഹാരാജാക്കന്മാർ 72 പദവികൾ നമുക്ക് നൽകി ആദരിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ക്രൈസ്തവർ സത്യസന്ധരും വിശ്വസ്തരുമാണെന്നുള്ളത് അന്നത്തെ രാജാക്കന്മാർക്ക് ബോധ്യമായിരുന്നു. അങ്ങനെ അതുപോലെ തന്നെ സ്വാമി ഭക്തി, രാജഭക്തി, രാജ്യഭക്തി ഇതൊക്കെ നമ്മളിൽ വളരെ വ്യക്തമായിട്ടുണ്ടായിരുന്നു. പോർച്ചുഗീസുകാരെ 1498 ഇവിടെ കടന്നു വരുന്നത് വരെ നമ്മുടെ ജനങ്ങൾ വളരെ സാത്വികന്മാരും അതാത് കാലഘട്ടത്തിലെ രാജാവിനോടും രാജ്യത്തോടും കൂറും ഭക്തിയും പുലർത്തി ജീവിച്ചു എന്നുള്ളതാണ് ചരിത്രം പറയുന്നത്. അന്ന് നമുക്ക് യാതൊരു ചിന്തയുമില്ല. ലോകത്തിൽ കാണപ്പെട്ട ഈശ്വരനാണ് രാജാവ്. ശത്രുക്കളിൽ നമ്മെ രക്ഷിക്കുന്നവനാണ് രാജാവ്. നമുക്ക് ആവശ്യമുള്ള ജീവിത സാഹചര്യങ്ങൾ ഒരുക്കി തരുന്നത്, നമ്മുടെ ആഹാരത്തിന് ആവശ്യമുള്ള ഭക്ഷണ സാധനങ്ങൾ തരുന്നത്. ഒരു വിധത്തിൽ പറഞ്ഞാൽ രാജാവ് നമ്മുടെ പിതാവും നാം അദ്ദേഹത്തിൻ്റെ മക്കളുമാണ്. അങ്ങനെയുള്ളൊരു കാലഘട്ടം കേരളത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ 16-ാം നൂറ്റാണ്ടിൻ്റെ അല്ലെങ്കിൽ 15-ാം നൂറ്റാണ്ടിൻ്റെ മധ്യഭാഗം വന്നപ്പോൾ 1498 വന്നപ്പോൾ വിദേശത്ത് നിന്ന് ഒരു വ്യാപാരം ചെയ്യാനുള്ള രീതിയിൽ ഒരാൾ ഇവിടെ കടന്നു വന്നു. അദ്ദേഹം വ്യാപാരം ചെയ്ത് പണം സമ്പാദിച്ച് നാട്ടിലേക്ക് കൊണ്ടുപോകുക മാത്രമായിരുന്നില്ല അദ്ദേഹം ചെയ്തത്. വ്യാപാരം ചെയ്ത് രാജ്യത്തിൻ്റെ ഭരണം അദ്ദേഹം കൈവശപ്പെടുത്തി. അതാണല്ലോ വാസ്കോഡി ഗാമ വന്നതിന് ശേഷം ഉണ്ടായത്. രാജ്യത്തിൻ്റെ ഭരണം നമ്മുടെ പൂർവികന്മാർ വളരെ സാത്വികന്മാരും സകലമാന മനുഷ്യരെയും സ്വീകരിക്കുവാൻ അന്നത്തെ രാജാക്കന്മാരും പ്രജകളും വളരെ വിശാല മനസ്ഥിതിയുള്ളവരായിരുന്നു. വിദേശത്തുനിന്ന് വന്നവരെ കച്ചവടം ചെയ്യുക മാത്രമല്ല, തമ്മിലടിപ്പിച്ച് ഈ രാജ്യത്തിൻ്റെ ഭരണം മുഴുവനും അവർ പിടിച്ചടക്കി. അവിടം കൊണ്ടും അവർ നിന്നില്ല. രാജ്യത്തിൻ്റെ ഭരണം പിടിച്ചടക്കുക മാത്രമല്ല, ഇവിടെ ഉണ്ടായിരുന്ന ക്രൈസ്തവ വിശ്വാസികളുടെ അടിസ്ഥാനപരമായ വിശ്വാസത്തെ തച്ചുടച്ച് അവരുടെ വിശ്വാസം നമ്മിൽ കെട്ടിയേൽപ്പിച്ചു. അതുകൊണ്ട് പോർച്ചുഗീസുകാർ വന്നു, ഡച്ചുകാർ വന്നു, ഫ്രഞ്ചുകാർ വന്നു, അവസാനം ബ്രിട്ടീഷുകാർ വന്നു. വന്നവരെല്ലാം ആദ്യം വ്യാപാരം എന്ന് പറഞ്ഞു വന്നെങ്കിലും പിന്നെ ഇവിടെ വന്ന് അവർ കാട്ടിക്കൂട്ടിയത് ഈ രാജ്യത്തെ കൊള്ളയടിക്കുകയും ഈ രാജ്യത്തിൻ്റെ സ്വത്ത് മുഴുവനും അവരുടെ നാട്ടിലേക്ക് കടത്തുകയും അതും മാത്രമല്ല, ഇവിടെ ഉണ്ടായിരുന്ന പൂർവിക ഈ വിദേശത്ത് നിന്ന് വന്നവരെല്ലാം ക്രിസ്ത്യാനികളായിരുന്നു. അവരെ ഇവിടെയുള്ള പൗരാണികമായ ക്രൈസ്തവ വിശ്വാസത്തെ ചവിട്ടി മെതിച്ച് ഇതെല്ലാം നശിപ്പിച്ചു എന്നുള്ളതാണ് വസ്തുത. ഇതൊക്കെ നമുക്ക് തിരിച്ചറിയാവുന്ന കാര്യങ്ങളാണ്. അവർ വന്നതിന് ശേഷമാണ് നമ്മൾ തമ്മിൽ തല്ലാനും നമ്മുടെ ജീവിതത്തിൻ്റെ സാത്വിക ഭാവം നഷ്ടപ്പെട്ട് നമ്മൾ കുറെ കൂടെ വേൾഡിലി ആയി എന്ന് പറയാൻ ഇടവന്നത് എന്നാണ് എൻ്റെ വിചാരം. ഏകദേശം 10-200 വർഷക്കാലം ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇവിടെ ഭരിച്ചതോടുകൂടി ഇവിടെയുള്ള പള്ളികൾ, ഇവിടെയുള്ള സമ്പത്ത്, ഇവിടെയുള്ള ഭരണം എല്ലാം അവരെ അങ്ങോട്ട് കൈവശപ്പെടുത്തി. പിന്നീട് നമ്മുടെ പൂർവികന്മാർ വളരെ നല്ല മനസ്സിൻ്റെ ഉടമകളായിരുന്നുകൊണ്ട് ഇതൊക്കെ അവർ തിരിച്ചറിയാൻ കാലം വളരെ കഴിഞ്ഞു. കുറേ കാലം കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇവർ മിത്രങ്ങളായിട്ട് നമ്മെ വന്നുവെങ്കിലും ഇവരെ നമ്മെ ഒരു വിധത്തിൽ പറഞ്ഞാൽ അടിമകളാക്കുകയായിരുന്നു എന്ന്. ആഫ്രിക്കയിലെ ബിഷപ്പ് ടിറ്റു ഒരിക്കൽ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. അദ്ദേഹം തന്നെയാണ് പറഞ്ഞതാണ് എൻ്റെ ഓർമ്മ. മിഷണറിമാർ വരുന്ന സമയത്ത് ഞങ്ങളുടെ കൈവശത്തിൽ ഭൂമി ഉണ്ടായിരുന്നു, നിങ്ങളുടെ കൈകളിൽ ഒരു ബൈബിൾ ഉണ്ടായിരുന്നു. മിഷണറിമാരിവിടെ വന്നു കഴിഞ്ഞപ്പോൾ
നിങ്ങളുടെ ബൈബിൾ ഞങ്ങളുടെ കൈകളിലായി, ഞങ്ങളുടെ ഭൂമിയെല്ലാം നിങ്ങളും കൈവശപ്പെടുത്തി. ഇതാണ് സംഭവിച്ചത് എന്ന് അദ്ദേഹം പറഞ്ഞതായിട്ട് കേട്ടിട്ടുണ്ട്. അങ്ങനെയല്ലെങ്കിലും അതിനോട് സമമുള്ള കുറെ കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മുടെ നാട്ടിലും സംഭവിച്ചത്. ഈ രാജ്യത്തിൻ്റെ ഭരണം ഒരു ഏകദേശം 100 വർഷക്കാലം നമ്മുടെ കയ്യിൽ നമുക്ക് നഷ്ടപ്പെട്ടു. രാജ്യത്തിൻ്റെ ഭരണം മാത്രമല്ല, സഭയുടെ ഭരണവും നമുക്ക് നഷ്ടപ്പെട്ടു. എന്നിട്ട് നമ്മുടെ പൂർവികന്മാർ ഇത് തിരിച്ചറിഞ്ഞ് സഭയുടെ ഭരണം ഒന്ന് തിരിച്ചെടുക്കുവാൻ ഒരുപാട് ബന്ധപ്പെട്ടു. മഹാത്മാഗാന്ധിയെ പോലെയുള്ള സാത്വികന്മാരായ സത്യസന്ധരായ നേതാക്കന്മാർ നമ്മുടെ രാജ്യത്ത് വന്ന്, അല്ലെങ്കിൽ ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അനേകരെ ജീവൻ ബലിയർപ്പിച്ചു. ഇതല്ലേ സത്യം? അത് നമ്മൾ പ്രത്യേക ബഹുമാനപ്പെട്ട കൊടിക്കുന്നിൽ സുരേഷ് തൊഴിൽ വകുപ്പ് മന്ത്രിയുടെ കടന്നു വന്നിട്ടുണ്ട്. അദ്ദേഹത്തെ പ്രത്യേകം ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ നാം അടിമകളായി. നമ്മുടെ സഭ 1947 ഭാരതം സ്വതന്ത്രമായി. കാരണം ആയിരക്കണക്കിന് മനുഷ്യരെ കൊല്ലപ്പെട്ടിട്ടാണ്. നിങ്ങൾക്ക് ആൻഡമൻസിൽ ഒന്ന് പോയാലേ അവിടെ ഒരു വലിയ ജയിലുണ്ട്. ആ ജയിലിൽ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ആളുകളുടെ പേരുകളുണ്ട്. അവിടെ തൂക്കുമരത്തിന്മേലെ ജയ് ഭാരത് മാതാ കി എന്ന് പറഞ്ഞ് കടന്നുപോയ അനേകം പേരുകളുണ്ട്. ക്രിസ്തീയ നാമങ്ങളും അവിടെ ഉണ്ട്. അവരെ തൂക്കുമരത്തിലേക്ക് കാൽ വെക്കുന്നത് വളരെ ആഹ്ലാദത്തോടെയായിരുന്നു. രാജ്യത്തിന് വേണ്ടി എൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു കൊള്ളട്ടെ, എനിക്കതിന് ഭാഗ്യമുണ്ടായല്ലോ എന്ന് പറഞ്ഞ് ഈ തൂക്കുമരത്തിന്മേലേക്ക് അവർ കയറുന്നത് ജയ് വിളിച്ചുകൊണ്ടാണ്. അവരുടെ നീണ്ട നിര അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അവർക്ക് രാജ്യത്തിന് വേണ്ടി മരിക്കുന്നതിന് യാതൊരു ഭയവുമില്ലായിരുന്നു. കാരണം സ്വതന്ത്ര വായു ശ്വസിക്കുവാൻ തക്കവണ്ണം മഹാത്മാഗാന്ധിയെ പോലെയുള്ള ഉന്നത ശ്രേഷ്ഠരായ നേതൃത്വം ഭാരതത്തിൽ ഉണ്ടായി. രക്തച്ചൊരിച്ചിൽ ഒരു വിധത്തിൽ കൂടാതെ, മറ്റു വിധത്തിലുള്ള യുദ്ധങ്ങളൊന്നും കൂടാതെ, കുറേ രക്തച്ചൊരിച്ചിലൊക്കെ ഉണ്ടായി. പക്ഷെ എങ്കിൽ പോലും ഭരണത്തിന് വേണ്ടി, സ്വാതന്ത്ര്യത്തിന് വേണ്ടി വലിയ രക്തച്ചൊരിച്ചിലൊന്നും കൂടാതെ ഈ രാജ്യം സ്വതന്ത്രമായി. ഒട്ടും മോശമല്ല നമ്മുടെ കഥയും. നമ്മളും ഈ വിധത്തിലുള്ള ഒരുപാട് അടിമത്തം നമുക്ക് നേരിടേണ്ടി വന്നു. ഇപ്പോഴും അതിൻ്റെ വാല് നമ്മുടെ മുമ്പിലുണ്ട്. ഈ വിദേശ മേധാവിത്വം എന്ന് പറയുന്നത് ഒരിക്കലും മലങ്കര സഭയ്ക്ക് ഒരു നേട്ടവും ഉണ്ടാകുകയില്ല. അതുകൊണ്ട് ഈ കത്തീഡ്രലിൻ്റെ അടിവേരെ നിങ്ങൾ അന്വേഷിച്ച് പോകുമ്പോൾ 1000 വർഷങ്ങൾക്ക് മുൻപ് നാം എങ്ങനെ ജീവിച്ചു, നമ്മുടെ പൂർവികന്മാർ എന്തായിരുന്നു, എത്ര സ്വാത്വിക ഭാവമാണ് അവർ ഉൾക്കൊണ്ടിരുന്നത്, നിങ്ങൾക്ക് കഴിഞ്ഞ കാലങ്ങളിൽ അറിയാം. തിരുവനന്തപുരത്ത് ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിലെ എങ്ങോ കുറെ നിധി ഉണ്ടെന്ന് ആരോ സംശയിച്ച് കോടതിയിൽ ചെന്ന് ആ നിധി ഒന്ന് അന്വേഷിക്കുവാനായിട്ട് സുപ്രീം കോടതി ഓർഡർ ഇട്ടു. അത് കഴിഞ്ഞ് നിധി അന്വേഷിച്ച് എന്ന് കഴിഞ്ഞപ്പോൾ ആ നിധിയുടെ മൂല്യം എണ്ണി തിട്ടപ്പെടുത്താൻ സാധ്യമല്ലാത്ത അത്ര അവിടെ ആ നിധി സൂക്ഷിക്കപ്പെട്ടിരുന്നു. കഴിഞ്ഞ ഇടയ്ക്ക് നാട് നീങ്ങിയ മഹാരാജാവ് പറഞ്ഞു, അതെല്ലാം ശ്രീ പത്മനാഭന്റെ സമ്പത്താണ്. ആ സമ്പത്ത് സൂക്ഷിക്കുവാനുള്ള ദാസനാണ് ഞാൻ. അത് എൻ്റേതല്ല, അതെല്ലാം ശ്രീ പത്മനാഭ സ്വാമിയുടേതാണെന്ന് ഉച്ചസ്ഥരം വിളിച്ചു പറഞ്ഞ് ഈ നൂറ്റാണ്ടുകൾ വരെ ആ സമ്പത്ത് സൂക്ഷിക്കുവാൻ തക്കവണ്ണമുള്ള വിശ്വസ്തതയും ഇന്റഗ്രിറ്റിയും ആ മഹാരാജാവ് പുലർത്തി എന്നുള്ളത് എനിക്ക് തോന്നുന്നു. ഇന്നത്തെ ഞാനാണ് ഇന്ന് ഇന്ത്യ ഭരിക്കുന്നതെങ്കിൽ 2 പൈസ പോലും അതിൽ കാണുകയില്ല. അതെല്ലാം ഞാൻ അവിടുന്ന് പെറുക്കിയെടുത്ത് വല്ല മുക്കുപണ്ടമോ വേറെ എന്തെങ്കിലും അതിൽ വെച്ച് ഞാൻ മുതലാളിയാകുമായിരുന്നു, അല്ലെങ്കിൽ ഞാൻ സമ്പന്നനാകുമായിരുന്നു. പക്ഷെ ആ അധികാരം എനിക്ക് തരാത്തത് കൊണ്ട് ഒരുപക്ഷെ ആ സമ്പത്ത് നഷ്ടപ്പെട്ടില്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ പറഞ്ഞത് 100 വർഷമോ 200 വർഷമോ 1000 വർഷമോ മുൻപുള്ള നമ്മുടെ ഭാരതം എന്ത്, നമ്മുടെ സഭ എന്ത്, നമ്മുടെ ഇടവക എങ്ങനെ, ഇന്നത്തെ നമ്മുടെ ഇടവക എങ്ങനെ, ഇന്നത്തെ നമ്മുടെ ഭാരതം എങ്ങനെ, ഇന്നത്തെ നമ്മുടെ ഭരണം എങ്ങനെ, ഇത് നല്ലതുപോലെ ചിന്തിക്കുക. വ്യക്തി നന്നാകാതെ കുടുംബം നന്നാകുകയില്ല, കുടുംബം നന്നാകാതെ ഇടവക നന്നാകുകയില്ല, ഇടവക നന്നാവാകാതെ സഭ നന്നാകുകയില്ല, സഭ നന്നായെങ്കിൽ മാത്രമേ സമൂഹം നന്നാവുകയുള്ളൂ. അതുകൊണ്ട് എനിക്ക് പറയാനായിട്ടുള്ളത്, അടിവേരികൾ അന്വേഷിച്ചു പോകുമ്പോൾ അടിസ്ഥാനപരമായിട്ട് നാം നമ്മെ തന്നെ ഒന്ന് വിലയിരുത്തുക.
യു ലുക്ക് ഇൻ ടു യുവർ സെൽഫ്. എവിടെയാണ് പന്തികേടെന്ന് നോക്കുക. വിശ്വസ്തത, സത്യസന്ധത, നീതിബോധം, രാജഭക്തി, ഇതൊക്കെ നമ്മുടെ മനസ്സിൻ്റെ അകത്ത് അരക്കിട്ട് ഉറപ്പിക്കണം. അതാണ് പൂർവികന്മാർ നമുക്ക് കൈമാറിയ സമ്പത്തെന്നാണ് എൻ്റെ വിചാരം. അല്ലാതെ നാം എല്ലാം ഒരു ആഘോഷത്തോടെ, ഇന്ന് ഒരു സെലിബ്രേഷൻ മൂഡാണ് നമുക്ക് എല്ലാ കാര്യങ്ങളിലും. അതെല്ലാം ഒരു വലിയൊരു എന്താ പറയേണ്ടത്, പുറംമൂടികൾ, ആഹ്ലാദങ്ങൾ, അങ്ങനെ. പക്ഷെ അകത്ത് നമ്മുടെ മനസ്സുകൾ, നമ്മുടെ മനസ്സിന്റെ സാത്വിക ഭാവം എത്രമാത്രം തേയ്മാനം വന്നു പോയി എന്നുള്ളത് ചിന്തിക്കുക. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. വളരെ പ്രഗത്ഭരായ പലരും ഇവിടെ പ്രസംഗിക്കാനായിട്ടുണ്ട്. ഒരു 6 മണിയോടെ എനിക്കും ഇവിടെ നിന്ന് വേദി വിടേണ്ടതുണ്ട്, മറ്റൊരിടത്ത് എത്തിച്ചേരേണ്ടതുണ്ട്. മാവേലിക്കരയുടെ പ്രാധാന്യം എന്തെന്ന് ഞാൻ പറയേണ്ടതില്ല. മലങ്കര സഭയ്ക്ക് അഭിമാനകരമായ പുത്രന്മാരെ ധാരാളം ദാനം ചെയ്ത ഒരു ഇടവകയാണിത്. അത് ആരൊക്കെയാണെന്ന് നേരത്തെ ഇവിടെ ഓർമ്മിപ്പിച്ചു, ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കേണ്ടതില്ല. കഴിഞ്ഞ കാലത്ത് CM സ്റ്റീഫനെ കുറിച്ച് നാം ഒരു വലിയ നല്ല സ്മരണ ഇവിടെ നടത്തുകയുണ്ടായി. അവരൊക്കെ സഭയ്ക്ക് വേണ്ടി ജീവിക്കുകയും സഭയ്ക്ക് വേണ്ടി സംസാരിക്കുകയും ചെയ്തിട്ടുള്ളവരാണ്. ഇന്ന് സഭയ്ക്ക് വേണ്ടി സംസാരിക്കുവാൻ ആരുമില്ല. ഇന്ന് നാം അനാഥരാണ്. ഒരു പരിമിതിയിൽ പറഞ്ഞാൽ ആ അനാഥത്വം ഉള്ളത് കൊണ്ട് നമുക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ആ നഷ്ടങ്ങൾ നമ്മൾ എങ്ങനെ നേരിടുമെന്ന് അറിയാൻ പാടില്ല. അത് നമുക്ക് വേണ്ടി ആരും സംസാരിക്കാനില്ലാത്തത് കൊണ്ട് ചിലപ്പോൾ എൻ്റെ വായിൽ നിന്ന് ചില പിച്ചും പേയും ഒക്കെ പുറപ്പെടാറുണ്ട് എന്നുള്ളതും വസ്തുതയാണ്. കഴിഞ്ഞ ദിവസം ഒരു വലിയ രാഷ്ട്രീയ നേതാവിനോട് ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ കാര്യം അന്വേഷിക്കാൻ ആരുമില്ലാത്തത് കൊണ്ട് ഞാൻ പിച്ചും പേയും പറയാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന് മാത്രം നിങ്ങൾ വിചാരിച്ചാൽ മതി. അത് വ്യക്തിപരമായ നിങ്ങളോടുള്ള വിദ്വേഷമല്ല. ഞങ്ങളെ സഹായിക്കുവാൻ ആരുമില്ല എന്നുള്ള അനാഥത്വ ബോധം കൊണ്ടുവരുന്ന വാക്കുകളാണ് എന്ന് ഞാൻ അവിടെ പറയുകയുണ്ടായി. അദ്ദേഹത്തിന് മറുപടി ഒന്നും പറയാനില്ലായിരുന്നു. 2 ചോദ്യങ്ങൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു. 2 ചോദ്യത്തിനും ഒരു വാക്കും അദ്ദേഹം മറുപടി പറഞ്ഞില്ല, ചിരിച്ചോടി ഇരുന്നതേ ഉള്ളൂ. അതിപ്പോഴത്തെ രാഷ്ട്രീയക്കാരുടെ ഒരു പൊതു രീതിയാണ്. മലങ്കര സഭ എന്ത് ദോഷമാണ് നിങ്ങൾക്ക് ചെയ്തത് എന്ന് ഒരു ചോദ്യം ഞാൻ ചോദിച്ചു, ഒന്നും പറയുന്നില്ല. 2ാമത്തെ ചോദ്യം ഞാൻ ചോദിച്ചു, മലങ്കര സഭ എന്തിനാണ് നിങ്ങൾ തെരഞ്ഞു പിടിച്ച് ഉപദ്രവിക്കുന്നത് എന്ന് ചോദ്യം ചോദിച്ചു. അതിനും മറുപടിയില്ല. അതൊക്കെ ഇന്നത്തെ രീതി അങ്ങനെയാണ്. അതുകൊണ്ട് നമുക്ക് അതേക്കുറിച്ചൊന്നും സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല. നിങ്ങൾ നല്ല മനസ്സിന്റെ ഉടമകളാകുക, നന്മ ചെയ്യുക, സമൂഹത്തിന് എന്തു കൊടുക്കുവാൻ കഴിയുമെന്ന് ചിന്തിക്കുക. സമൂഹത്തിന് എന്ത് കിട്ടുമെന്നല്ല നിങ്ങൾ ചിന്തിക്കേണ്ടത്. ഈ ഇടവകയ്ക്ക് എന്ത് കൊടുക്കുവാൻ കഴിയും, നിങ്ങൾ വ്യക്തിപരമായി ഈ സമൂഹത്തിന് എന്ത് നൽകാൻ കഴിയും. ഇന്ന് ലേൺ ആൻഡ് ഏൺ മോർ, പഠിക്കുക, സമ്പാദിക്കുക, മറിച്ചായിരിക്കണം നമ്മുടെ രീതി. നമ്മൾ എന്ത് കൊടുക്കുക എന്നുള്ളതിനെ കുറിച്ചായിരിക്കണം നമ്മൾ ചിന്തിക്കേണ്ടത്. സമൂഹത്തിന് എന്ത് പ്രയോജനമുണ്ട് എൻ്റെ ജീവിതം കൊണ്ട് എന്ന് ചിന്തിക്കുക. ഇടവക കൊണ്ട് എന്ത് പ്രയോജനമുണ്ട്, അങ്ങനെ ചിന്തിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ മഹത്വം തിരിച്ചറിയുള്ളൂ. അങ്ങനെ വരുമ്പോൾ മാത്രമാണ്. പിന്നെ മലങ്കര സഭയെ നശിപ്പിക്കുവാൻ ആർക്കും കഴിയുകയില്ല എന്നുള്ളത് ഒരു സത്യമാണ് എന്നുള്ള കാര്യം ഞാൻ നിങ്ങളോട് ഓർമ്മിപ്പിക്കട്ടെ. നാം അനാഥരാണെന്ന് പറയുമ്പോൾ നിങ്ങൾ നിരാശപ്പെടേണ്ടതില്ല. ഞാനും നിരാശപ്പെടുന്നൊന്നുമില്ല. മലങ്കര സഭ സത്യത്തിന് നീതിക്കും വേണ്ടി മാത്രം നിലകൊണ്ടിട്ടുള്ള സഭയാണ്. നമ്മുടെ പൂർവികന്മാർ അത്രമാത്രം സത്യസന്ധരാണ്. അതുകൊണ്ട് ഈ സഭയെ നശിപ്പിക്കുവാൻ ആർക്കും കഴിയുകയില്ല എന്നുള്ളത് അടിവരയിട്ട് ഞാൻ വിശ്വസിക്കുന്നു. അത് മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. നിങ്ങളും ആ സത്യത്തിൻ്റെ മാർഗത്തിലൂടെ പിന്തുടരുക. ഔപചാരികമായി സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ വേദി വിടുവാനുള്ള സമ്മതം നിങ്ങളോട് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ ഭവന നിർമ്മാണ പദ്ധതിയും ഞാൻ ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നു. പിന്നെ എന്തൊക്കെയാണ് ഞാൻ ചെയ്യേണ്ടത് അതൊക്കെ ചെയ്തിരിക്കുന്നു എന്നും കൂടെ പറഞ്ഞ് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. പരിശുദ്ധ ബാവാതിരുമേനിയുടെ വാക്കുകൾക്ക് ഒറ്റ വാക്കിൽ നന്ദി അറിയിക്കുന്നു. ഇപ്പോൾ പരിശുദ്ധ ബാവായ്ക്കുള്ളതായ കത്തീഡ്രൽ ഇടവകയുടെ ഉപഹാരം കത്തീഡ്രൽ കൈസ്ഥാനി ബഹുമാനപ്പെട്ട സൈമൺ വർഗീസ് കമ്പശ്ശേരിൽ ഇപ്പോൾ ഇവിടെ നൽകുന്നു. 1500 ഭവനങ്ങളുള്ള ദേവാലയത്തിന്റെ മുഴുവൻ ഉപഹാരമായി പരിശുദ്ധ പിതാവ് എങ്കിൽ സ്വീകരിച്ചാലും ജയ് ജയ് കാതോലിക്കോസ്. ഈ സമ്മേളനത്തിന് അധ്യക്ഷം വഹിക്കുന്നത് മാവേലിക്കര ഭദ്രാസനത്തിന്റെ സഹായ മെത്രാപ്പോലീത്തായും നിലക്കൽ ഭദ്രാസനത്തിന്റെ മെത്രാപ്പോലീത്തായുമായ അഭിമന്യ ഡോക്ടർ ജോഷ് മാർ നിക്കോദിമോസ് തിരുമേനിസാണ്. സ്വതസിദ്ധമായ ശൈലിയിൽ എന്തിന് പിതാവ് വന്യപിതാവിനെ അധ്യക്ഷ പ്രസംഗത്തിനായി സാദരം ക്ഷണിക്കുന്നു.
പ്രിയക ദൈവതിരുനാമത്തിന്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഈ ചരിത്ര സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തവൻ അനുഗ്രഹിച്ച മലങ്കര സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ പൗലോസ് ദ്വിതീയൻ കാതോലിക്ക ബാവ തിരുമേനി, പ്രൗഢഗംഭീരമായ ഈ അധ്യക്ഷവേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന അഭിമന്യരായ പിതാക്കന്മാർ ഡോക്ടർ തോമസ് മാർ മാത്യൂസ് മാർ തിമോത്തിയോസ് തിരുമേനി, ഡോക്ടർ യുഹാനൻ മാർ ദെമത്രോസ് തിരുമേനി, ഈ സമ്മേളനത്തിൽ ചികിത്സാ സഹായ പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്ന കേന്ദ്ര തൊഴിൽ വകുപ്പ് സഹമന്ത്രി ബഹുമാനപ്പെട്ട ശ്രീ കൊടുക്കുന്നിൽ സുരേഷ്, വെബ്സൈറ്റ് ഉദ്ഘാടനം ചെയ്യുന്ന ശ്രീ CK പത്മനാഭൻ, BJP ദേശീയ നിർവാഹക സമിതി അംഗം, പാലിയേറ്റീവ് സെന്റർ ഉദ്ഘാടനം ചെയ്യുന്ന മുനിസിപ്പൽ ചെയർമാൻ അഡ്വക്കേറ്റ് KR മുരളീധരൻ, കത്തീഡ്രൽ പള്ളി വികാരി ബഹുമാനപ്പെട്ട ഗീവർഗീസ് അച്ഛൻ, ഭദ്രാസന സെക്രട്ടറി ബഹുമാനപ്പെട്ട ജേക്കബ് ജോൺ അച്ഛൻ, ഭദ്രാസനത്തിന്റെ പ്രഥമ സെക്രട്ടറി കൂടിയായ ബഹുമാനപ്പെട്ട മത്തായി വിളനിലവച്ചൻ, കത്തീഡ്രൽ ദേവാലയത്തിന്റെ സെക്രട്ടറി ശ്രീ G കോശി തൊണ്ടുപറമ്പിൽ, കൈസ്ഥാനി ശ്രീ സൈമൺ വർഗീസ് കൊമ്പശ്ശേരി, ജനറൽ കൺവീനർ ശ്രീ T തമ്പാൻ, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന എല്ലാ വിശിഷ്ട അതിഥികളുമേ, ഈ സദസ്സിൽ ഉപവിഷ്ടരായിരിക്കുന്ന വന്നിരായ കോറപ്പിസ്കോപ്പാച്ചന്മാരെ, വന്നിരായ വൈദിക ശ്രേഷ്ഠരെ, രാഷ്ട്രീയ സാമുദായിക നേതാക്കന്മാരെ, സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളെ, ഭദ്രാസന കൗൺസിൽ അംഗങ്ങളെ, ഭദ്രാസനത്തിലെ വിവിധ ആധ്യാത്മിക സംഘടനകളിൽ വന്നു ചേർന്നിട്ടുള്ള വിശ്വാസികളെ, ഈ കത്തീഡ്രൽ ദേവാലയ അംഗങ്ങളെ, മുതിർന്ന തലമുറയിലും ഇളം തലമുറയിലും പെട്ട എല്ലാ വിശ്വാസികളുമേ, 11 നൂറ്റാണ്ടിൻ്റെ ചരിത്രം പള്ളിയുറങ്ങുന്ന ഒരു ദേവാലയമാണ് ഈ മാവേലിക്കര പുതിയ സെന്റ് മേരീസ് കത്തീഡ്രൽ. പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമനസ്സുകൊണ്ട് ഈ ദേവാലയത്തിൻ്റെ പ്രൗഢിയും ഇതിൻ്റെ ആഠ്യത്വവും ഇതിൻ്റെ പൗരാണികതയും മലങ്കര സഭയ്ക്കും സമൂഹത്തിനും ഈ ദേവാലയം നൽകിയ അതിശ്രേഷ്ഠമായ സമ്മാനങ്ങൾ അഥവാ നേതൃത്വം ഒക്കെ ഇവിടെ അനുസ്മരിച്ചു കഴിഞ്ഞു. 11 നൂറ്റാണ്ടിൻ്റെ ചരിത്രം, അതിൽ എത്രമാത്രമൊക്കെ ചരിത്രങ്ങൾ രേഖപ്പെടുത്തപ്പെട്ട ചരിത്രമുണ്ട് എന്നെനിക്ക് നിശ്ചയമില്ല. എന്തായാലും ആധുനിക കാലത്ത് 1, 2, 3, 4 നൂറ്റാണ്ടുകളുടെയെങ്കിലും ചരിത്രങ്ങൾ വ്യക്തമായി ഈ ദേവാലയത്തിനുണ്ട് എന്ന് കരുതുകയാണ് ചെയ്യുന്നത്. ഈ ആധുനിക കാലഘട്ടത്തിൽ ഈ ദേവാലയം മലങ്കര സഭയ്ക്ക് സമ്മാനിച്ച പരിശുദ്ധ ബസേലിയോസ് ദിദിമോസ് പ്രഥമൻ ബാവ തിരുമേനി ഉൾപ്പെടെയുള്ള മേൽപ്പട്ടക്കാർ, വൈദിക ശ്രേഷ്ഠർ, ശ്രീ CM സ്റ്റീഫനും ശ്രീ ഡോക്ടർ PC അലക്സാണ്ടറും ഉൾപ്പെടെയുള്ള അൽമായ നേതാക്കന്മാർ, അങ്ങനെ അഭിമാനിക്കത്തക്ക എത്രയെത്ര ഓർമ്മകളാണ് ഈ ദേവാലയത്തിനുള്ളത്. ഈ ദേവാലയത്തിൻ്റെ ചരിത്രം ഇവിടെ വായിച്ചപ്പോൾ, വളരെ ചുരുക്കമായ ചരിത്രം വായിച്ചപ്പോൾ, 1985 മെയ് മാസം 15-ാം തീയതി നടന്ന മേൽപ്പെട്ട സ്ഥാനാഭിഷേകത്തെ പറ്റി പരാമർശിക്കുകയുണ്ടായി. അതിനു മുമ്പ് നടന്ന 2 മേൽപ്പെട്ട സ്ഥാനാഭിഷേകത്തെ പറ്റിയും പരാമർശിച്ചു. ഈ ദേവാലയത്തിൽ വെച്ച് നടന്നു എന്ന് പറയുമ്പോൾ ദേവാലയത്തിനുള്ളിലല്ല ഞാൻ പറയുന്നു, നിങ്ങൾക്ക് പലർക്കും ആ ചരിത്ര സംഭവം കണ്ട ധാരാളം ആളുകൾ, വൈദിക ശ്രേഷ്ഠർ ഉൾപ്പെടെയുള്ളവരുടെ ഇപ്പോൾ ഉണ്ട്. നാം ഇപ്പോൾ ഈ സമ്മേളനം കൂടുന്ന ഈ വേദി തന്നെയായിരുന്നു വിശുദ്ധ മദ്ബഹ ആയിട്ട് രൂപാന്തരപ്പെടുത്തിയതും പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് പ്രഥമൻ കാതോലിക്ക ബാവ തിരുമേനിയുടെ പ്രധാന കാർമ്മികത്വത്തിൽ ആൽമേൽപ്പെട്ട സ്ഥാനാഭിഷേക ശുശ്രൂഷ നടന്നത്. വ്യക്തിപരമായി എൻ്റെ ഒരു വ്യക്തിപരമായ സ്വകാര്യമായ സന്തോഷം കൂടി പങ്കുവയ്ക്കട്ടെ. കോട്ടയം വൈദിക സെമിനാരിയിൽ 4ാം വർഷ വിദ്യാർത്ഥിയായി പ്രവേശിക്കുന്ന ആ കാലഘട്ടത്തിൽ, അന്ന് ഇന്നുള്ള പോലെ ശ്രുതി സ്കൂൾ ഓഫ് ലിറ്റററി മ്യൂസിക് ഒന്നും രൂപപ്പെട്ടിട്ടില്ലാത്ത കാലഘട്ടത്തിൽ വന്നിനായ കോരുമൽപ്പാനച്ചൻ്റെ നേതൃത്വത്തിൽ അന്നത്തെ ഷമ്മാശന്മാരെ
പട്ടംകുട ശുശ്രൂഷയൊക്കെ പഠിപ്പിച്ച് ഈ ശുശ്രൂഷയുടെ ഗാനങ്ങൾ ആലപിക്കുന്നതിന് തയ്യാറാക്കി കൊണ്ടുവന്ന കൂട്ടത്തിൽ അന്നത്തെ വൈദ്യ സെമിനാരിയുടെ ഫൈനൽ വിദ്യാർത്ഥിയായിരുന്ന ഞാനും ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് എൻ്റെ ഒരു സ്വകാര്യമായ സന്തോഷമാണെങ്കിലും അത് ഇത്തരണത്തിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നതിന് ഏറെ സന്തോഷമുണ്ട്. അങ്ങനെ ഈ ദേവാലയവുമായിട്ട് ഇവിടെ അന്തി ഉറങ്ങുന്ന ബഹുമാനപ്പെട്ട KM അലക്സാണ്ടർ അച്ഛനെ വിസ്മരിക്കാൻ സാധിക്കില്ല. കാരണം വൈദ്യ സെമിനാരിയിൽ ഞാനൊക്കെ പഠിക്കുമ്പോൾ ഞങ്ങളുടെ വൈസ് പ്രിൻസിപ്പളാണ് KM അലക്സാണ്ടർ അച്ഛൻ്റെ ശിക്ഷണത്തിൽ വൈദ്യ സെമിനാരിലെ 3 വർഷത്തിൻ്റെ ആദ്യ 3 വർഷം പഠിക്കുന്നതിന് ഞങ്ങൾക്ക് സാധിച്ചു. അങ്ങനെ ഒട്ടേറെ സ്മരണകൾ വ്യക്തിപരമായി എനിക്കും ഈ ദേവാലയമായിട്ടുള്ളത് ഇത്തരണത്തിൽ പ്രത്യേകമായിട്ട് അനുസ്മരിക്കുന്നു. ഈ ചരിത്ര സമ്മേളനം മുതിർന്ന ആളുകൾക്ക് തങ്ങളുടെ പഴയ ഓർമ്മകളിലേക്ക് തിരിഞ്ഞു നോക്കി ഈ ദേവാലയത്തിൻ്റെ വളർച്ച, ഇത് സമൂഹത്തിനും സഭയ്ക്കും നൽകിയ സംഭാവനകളെ പറ്റിയുള്ള സ്മരണകൾ ഒക്കെ ഒന്നുകൂടി അയവിറക്കുന്നതിനുള്ള സന്ദർഭമാണ്. എന്നാൽ ഇളം തലമുറയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഹൃദയത്തിൽ ഒരു വലിയ നിധിയായി, നിക്ഷേപമായി ഇതൊക്കെ ഒരു ഓർമ്മയായി അവശേഷിപ്പിക്കേണ്ടത് ആവശ്യമാണ്. ഇനി അനേക പതിറ്റാണ്ടുകൾ ഇളം തലമുറ ഈ ഇന്നിവിടെ നടന്ന സമ്മേളനത്തെപ്പറ്റി, മാവേലിക്കരയിലൂടെ നടന്ന അതിഗംഭീരമായ ഭക്തി നിർഭരമായ ഘോഷയാത്രയെപ്പറ്റി ഒക്കെയുള്ള ഓർമ്മകൾ അവരുടെ മനസ്സിൽ തട്ടി നിൽക്കുകയും, ഇനി ഞാൻ കണക്ക് കൂട്ടി നോക്കുകയായിരുന്നു, സഹസ്രാബ്ദോത്തര നവതി ആഘോഷം ഇനി 20 കൊല്ലം കൂടി കഴിയുമ്പോൾ 2034 രണ്ടാം സഹസ്രാബ്ദി ആഘോഷം 2044 ഒക്കെ ഈ ദേവാലയ അങ്കണത്തിൽ വെച്ച് അന്നത്തെ രീതിയിൽ എത്രയും ആധുനികമായി നിർവഹിക്കേണ്ടത് ആവശ്യമാണ്. അന്നും നമുക്കൊക്കെ സംബന്ധിക്കാമെന്ന് എൻ്റെ ആഗ്രഹം. ഈ അന്നത്തെ സമ്മേളനത്തിനും സംബന്ധിക്കണം എനിക്ക് ആഗ്രഹമുണ്ട്. എന്തായാലും ഇതൊക്കെ നമ്മുടെ സ്മരണകളാണ്. നമ്മൾ പരിശുദ്ധ കൽപ്പിച്ചതുപോലെ പഴമയിലേക്ക് തിരിഞ്ഞു നോക്കി പഴമയിൽ നിന്നും നമുക്ക് ധൈര്യം ഉൾക്കൊള്ളണം. പ്രയാസങ്ങളുടെ, സങ്കടങ്ങളുടെ, ഇല്ലായ്മകളുടെ കാലഘട്ടം 1000 വർഷത്തിനപ്പുറമുള്ള മാവേലിക്കർ എങ്ങനെയിരുന്നു, അന്നത്തെ സാമൂഹ്യ സാമ്പത്തിക വ്യവസ്ഥിതി എങ്ങനെയായിരുന്നു എന്ന് നിശ്ചയമില്ല. എന്തായാലും ഇന്നുള്ളതിനേക്കാൾ വളരെ പഴയ ഒരു കാലഘട്ടം, എന്നാൽ സ്നേഹത്തിനും രമ്യതയിലും കടന്നു വന്ന ഒരു കാലഘട്ടം. ഇന്ന് നൂറ്റാണ്ടുകൾ കടന്നുപോയി. ഇനി മുമ്പോട്ടുള്ള കാലഘട്ടങ്ങൾ എങ്ങനെയായിരുന്നു നിശ്ചയമില്ല. വളരെ അത്യാധുനിക കാലഘട്ടത്തിൽ പ്രവേശിക്കുമ്പോൾ മലങ്കര സഭയുടെ ചരിത്രം ഉൾക്കൊള്ളുന്നതിന്, മലങ്കര സഭയുടെ പൗരാണികത കാത്തുസൂക്ഷിക്കുന്നതിന്, മലങ്കര സഭ എന്ന ദേശീയ സഭ, ഭാരതീയ സഭയുടെ പൗരാണികതയും അതിൻ്റെ എല്ലാ ചരിത്ര പശ്ചാത്തലം ഉൾക്കൊണ്ടുകൊണ്ട് മലങ്കര സഭയ്ക്ക് മാവേലിക്കര പുതിയകാവ് കത്തീഡ്രൽ ദേവാലയം ചെയ്തിട്ടുള്ള എല്ലാ സംഭാവനകളെ പറ്റിയും സന്തോഷത്തോടെ, ആത്മാഭിമാനത്തോടെ അനുസ്മരിക്കുന്നതിനും മലങ്കര സഭയോടുള്ള കൂറിലും ഭക്തിയിലും ഈ ദേവാലയം തുടർന്ന് നിലനിൽക്കും എന്നുള്ള പ്രതിജ്ഞ പുതുക്കുന്നതിനും ഈ ദിവസം നമുക്ക് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കത്തീഡ്രൽ ദേവാലയത്തിന് എല്ലാവിധമായ നന്മകളും ധാരാളമായി ദൈവം തമ്പുരാൻ ചൊരിഞ്ഞു തരട്ടെ പ്രാർത്ഥിക്കുന്നു. മാവേലിക്കര ഭദ്രാസനത്തിന്റെ ഏറ്റവും വലിയ ദേവാലയം എന്ന നിലയിൽ ഭദ്രാസനത്തിന്റെ നിർമ്മാണത്തിൽ ആദ്യവസാനം ഈ ദേവാലയം ചെയ്തിട്ടുള്ള അതിശ്രേഷ്ഠമായ നേതൃത്വത്തെ തീർച്ചയായിട്ടും ഒരുപക്ഷെ അഭ്യുതനായ പൗലോസ് മാർ പൊക്കോമോസ് തിരുമേനി ഈ വേദിയിൽ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും തിരുമേനി ഇവിടെ ഉണ്ട് എന്നുള്ളത് അനുസ്മരിക്കുന്നു. തിരുമേനിക്ക് ഒത്തിരി വാക്കുകൾ അതേപ്പറ്റി അനുസ്മരിച്ചുകൊണ്ട് പറയാൻ കാണുമായിരുന്നു. തിരുമേനിയുടെ പ്രാർത്ഥന, പൂർവ്വപിതാക്കന്മാരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. മലങ്കര സഭയ്ക്ക് വേണ്ടി ഈ ദേവാലയം ചെയ്ത, മാവേലിക്കര ഭദ്രാസനത്തിന് വേണ്ടി ഈ ദേവാലയം ചെയ്തിട്ടുള്ള എല്ലാ നേതൃത്വത്തെയും പ്രത്യേകമായിട്ട് സന്തോഷത്തോടെ അനുസ്മരിച്ചും ഈ കത്തീഡ്രൽ ദേവാലയത്തിന് എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് നേർന്നുകൊണ്ടും എൻ്റെ അധ്യക്ഷ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. സദസ്സമായ ശൈലിയിൽ അധ്യക്ഷ പ്രസംഗം നിർവഹിച്ച അഭിനന്ദ നിക്കോദിമോസ് മെത്രാപ്പൊലീത്ത മനസ്സിലുള്ളതായ ഭക്തി ആദരവുകൾ ഈ സമയത്ത് അറിയിക്കുന്നു. വേദനകൾ കൊണ്ട് പിടയുന്ന ജനങ്ങൾക്ക് ഒരു കൈസഹായം നൽകുവാൻ, മാരക രോഗങ്ങൾ കൊണ്ട് വേദനിക്കുന്ന ജനങ്ങൾക്ക് ഒരു സഹായം, ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് കേന്ദ്രമന്ത്രിയും മാവേലിക്കരയുടെ MP-യുമായ ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് MP-യാണ്. ഏത് ചെറുതും വലുതുമായ
കർമ്മമണ്ഡലങ്ങളിൽ സജീവമായ സാന്നിധ്യം ബഹുമാനപ്പെട്ട ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് വളരെ ഭക്തിപരമായ സാഹചര്യങ്ങളിലും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഏറ്റവും ശ്രദ്ധേയമാണ്. എപ്പോഴും വളരെ അനുഗ്രഹകരമായ ഒരു ചിരി അദ്ദേഹത്തിൻ്റെ ചുണ്ടിൽ വിടരുന്നത് നമുക്ക് ഏവർക്കും ശ്രദ്ധയുള്ളതാണ്. അതുകൊണ്ട് ആ വന്യ ബഹുമാന്യ മന്ത്രിയെ ചികിത്സാ സഹായത്തിന്റെ ഉദ്ഘാടനത്തിനായിട്ട് സ്വാഗതം ക്ഷണിച്ചുകൊള്ളും. ഈ മഹനീയമായ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്ന അഭിമന്യ ഡോക്ടർ ജോഷുവ മാർ നിക്കോദിമിയോസ് മെത്രാപ്പൊലീത്ത അവர்களെ, ഈ ചടങ്ങിൽ വിവിധ ചടങ്ങുകൾ നിർവഹിക്കുന്ന അഭിമന്യ ഡോക്ടർ മാത്യൂസ് മാർ തിമത്യോസ് മെത്രാപ്പൊലീത്ത, ഞങ്ങളുടെ പ്രിയപ്പെട്ട മെത്രാപ്പൊലീത്ത അഭിമന്യ ഡോക്ടർ യുഗാനോൻ മാർ തിമത്യോസ് മെത്രാപ്പൊലീത്ത, ഡൽഹിക്കാരായതുകൊണ്ടാവും, ബഹുമാനായ ശ്രീ സി കെ പത്മനാഭൻ BJPയുടെ ദേശീയ നിർവാഹക സമിതി അംഗം, ബഹുമാനപ്പെട്ട ശ്രീ KR മുരളീധരൻ മുനിസിപ്പൽ ചെയർമാൻ, ബഹുമാനപ്പെട്ട കത്തീഡ്രൽ വികാരി കൂടിയായ ശ്രീ ഫാദർ D വർഗീസ് അവർ, ശ്രീ കോശി തൊണ്ടുപറമ്പിൽ, ഈ ചടങ്ങിൽ ആശംസ അറിയിക്കുന്ന ബഹുമാനപ്പെട്ട റവറൻ ഫാദർ ജേക്കബ് ജോൺ കല്ലട ഭദ്രാസന സെക്രട്ടറി അച്ഛൻ, പ്രിയപ്പെട്ട കത്തീഡ്രൽ കൈസ്ഥാനി സാമുവൽ വർഗീസ് കുമ്പശ്ശേരി, കൺവീനർ തമ്പാൻ, കൃതജ്ഞ പ്രകാശിപ്പിക്കുന്ന ബഹുമാനപ്പെട്ട വിളങ്ങത്തച്ഛൻ, അതോടൊപ്പം തന്നെ കൃതജ്ഞ പ്രകാശിപ്പിക്കുന്ന ശ്രീ മാത്യു വൈദ്യൻ എപ്പിസ്കോപ്പ അവകളെ, മറ്റ് അഭിനന്ദരായ എപ്പിസ്കോപ്പമാരെ, വൈദിക ശ്രേഷ്ഠരെ, പുതിയകാവ് പള്ളിയിലെ ഇടവക അംഗങ്ങളെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, പുതിയകാവ് മാവേലിക്കര പുതിയകാവ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ ചരിത്രത്തിൽ സ്ഥാനം പിടിച്ച ഒരു മഹത്തായ ദേവാലയമാണ്. ഈ ദേവാലയം അതിൻ്റെ തുടക്കവും ഇന്നേ വരെയുള്ള പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഇവിടെ പരാമർശിക്കപ്പെട്ടിരിക്കുകയാണ്. 1070 വർഷം പിന്നിടുന്ന ഒരു ദേവാലയം. ഒരുപക്ഷെ നമ്മുടെ ഈ കേരളത്തിൽ തന്നെ ഇത്രയും പഴക്കമുള്ള, പ്രത്യേകിച്ചും ഈ തെക്കൻ തിരുവിതാംകൂറിൽ ഇത്രയും പഴക്കമുള്ള ഒരു ദേവാലയം ഉണ്ടോ എന്ന് തന്നെ സംശയമാണ്. അത്രയേറെ പഴക്കമുള്ള ഒരു ദേവാലയം എന്ന നിലയിൽ ഈ പുതിയകാവ് സെന്റ് മേരീസ് കത്തീഡ്രൽ ആയതിൻ്റെ 25 വർഷവും കൂടി ഇന്ന് സമിതമായി ആചരിക്കുകയാണ്. അഭിമന്യ ബാവ തിരുമേനിയാണ് ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചത്. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ അഭിമന്യ ബാവ തിരുമേനി സഭയുടെയും അതോടൊപ്പം തന്നെ ഇടവകയുടെയും പ്രശ്നങ്ങളെക്കുറിച്ചുകൂടെ സംസാരിക്കുകയുണ്ടായി. മാത്രമല്ല, മലങ്കര ഓർത്തഡോക്സ് കടന്നു വന്ന വഴികളും മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്കുണ്ടായിട്ടുള്ള വലിയ വലിയ നേട്ടങ്ങളും ഒക്കെ ഇവിടെ പരാമർശിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ അനുഗ്രഹീതമായ പ്രഭാഷണം നമ്മളെ ചിന്തിപ്പിക്കുകയും അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുകയും കഴിയും എന്നുള്ളതാണ്. പരിശുദ്ധ ബാവ തിരുമേനി വളരെ വികാരപരമായിട്ടാണ് ഈ ചടങ്ങിൽ പ്രസംഗിച്ചത് എന്ന് ഞാൻ കാണുകയാണ്. ഈ അടുത്ത കാലത്തൊന്നും ബാവ തിരുമേനി ഇങ്ങനെ ഒരു വികാരപരമായ പ്രസംഗം നടത്തിയിട്ടില്ല എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുകയാണ്. തീർച്ചയായും അതൊരു പക്ഷേ തിരുമേനി ഇവിടെ ആണ് തിരുമേനിയുടെ മേൽപ്പെട്ട സ്ഥാനം അഭിഷേകിച്ചത് ഇടവക എന്ന നിലയിലും അതോടൊപ്പം തന്നെ ഇന്നത്തെ സമകാലിക സംഭവങ്ങളൊക്കെ വെച്ചുകൊണ്ടായിരിക്കും ഈ ഇടവകയുടെ ഈ 1070ാമത് വാർഷിക ദിനത്തിൽ സഹസ്രോത്തര ശതാബ്ദി ആഘോഷ ദിനത്തിൽ തിരുമേനി മനസ്സ് തുറന്നത് എന്ന് ഞാൻ കരുതുകയാണ്. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയെ സംബന്ധിച്ചിടത്തോളം കേരളീയ സമൂഹത്തിൽ ഈ സഭയ്ക്കുള്ള സ്ഥാനം ആർക്കും മാറ്റിവെക്കാൻ സാധ്യമല്ല, ആർക്കും മാറ്റിമറിക്കാൻ സാധ്യമല്ല. ഈ ഇടവക തന്നെ അതിൻ്റെ പൗരാണികമായ പാരമ്പര്യത്തെ സംബന്ധിച്ച് ഇവിടെ പരാമർശിക്കുകയുണ്ടായി. ഈ മാവേലിക്കരയെ മാറ്റുകൂട്ടിയത്, മാവേലിക്കരയുടെ മഹാചൈതന്യം എന്ന് പറയുന്നത് പുതിയകാവ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് ചർച്ചാണ്, അല്ലെങ്കിൽ ഈ പള്ളിയാണ് എന്ന കാര്യത്തിൽ ആരും സംശയമില്ല. ഈ ഇടവക അല്ലെങ്കിൽ ഈ പള്ളി 1070 വർഷക്കാലം കൊണ്ട് ഈ നാടിന് നൽകിയ ആത്മീയമായ ചൈതന്യവും ഈ നാടിന് നൽകിയ പുരോഗമനപരമായ പ്രവർത്തനങ്ങളും ഞാനിവിടെ വിശദീകരിക്കേണ്ട കാര്യമില്ല. ഈ ഇടവകയെ ഉൾപ്പെടുന്ന ഭദ്രാസനത്തിൽ മെത്രാപ്പൊലീത്തമാരും അഭിമന്യ ബാബ തിരുമേനിമാരും അതോടൊപ്പം തന്നെ വൈദിക ശ്രേഷ്ഠരുമൊക്കെ നൽകിയിട്ടുള്ള വലിയ സംഭാവനകൾ നാം ഇവിടെ സ്മരിക്കപ്പെടുകയാണ്. മതേതരത്വത്തിന്റെ പ്രതീകമാണ് പുതിയകാവ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളി. മതേതരത്വത്തിന്റെയും മതസൗഹാർദ്ദത്തിന്റെയും പ്രതീകമായി
തലയുയർത്തി നിൽക്കുന്ന ഈ പള്ളിയെ സംബന്ധിച്ചിടത്തോളം ഈ പള്ളിയുടെ പാരമ്പര്യവും ചരിത്രവും കേരളത്തിന്റെ ചരിത്രമാണ്. അതോടൊപ്പം തന്നെ ഈ ഓണാട്ടുകരയുടെ ചരിത്രമാണ്, ഈ തിരുവിതാംകൂറിന്റെ ചരിത്രമാണ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു തർക്കവുമില്ല. നിരവധി മഹാന്മാരെ, പ്രഗത്ഭരായ വ്യക്തികളെ ഈ സമൂഹത്തിന് സംഭാവന ചെയ്ത ഒരു മഹത്തായ ദേവാലയം. ഒരുപക്ഷെ മറ്റൊരു ദേവാലയത്തിനും അവകാശപ്പെടാൻ കഴിയാത്ത നിരവധി പാരമ്പര്യങ്ങളും നിരവധി നേട്ടങ്ങളും കൈവരിച്ച ഒരിടയാണ്. ഇവിടെ നേരത്തെ പറഞ്ഞു അഭിവന്ധ്യ ദിദിമോസ് കാതോലിക്ക ബാവ ഈ ഇടവകയിൽ നിന്ന് ഈ ഇടവകക്കാരനാണ് എന്ന് ഇവിടെ നേരത്തെ ചൂണ്ടിക്കാണിച്ചു. നിരവധി മെത്രാപ്പൊലീത്തമാർ, നിരവധി വൈദിക ശ്രേഷ്ഠർ, നിരവധി വ്യക്തിത്വങ്ങൾ, അത് രാഷ്ട്രീയ രംഗത്ത് സാമൂഹിക രംഗത്ത് ഒക്കെ തന്നെ ഇവിടെ നിറഞ്ഞു നിന്ന ഒരുപാട് വ്യക്തികൾ. അതിൽ ഏറ്റവും നമ്മൾ സ്മരിക്കുന്നത് രാഷ്ട്രീയ രംഗത്ത് അമാനുഷികമായ കഴിവുള്ള CM സ്റ്റീവൻ, അതോടൊപ്പം തന്നെ ഭരണരംഗത്ത് അമാനുഷികമായ കഴിവുള്ള ഡോക്ടർ PC അലക്സാണ്ടർ, ഇങ്ങനെയുള്ള രാഷ്ട്രീയ രംഗത്തും ഭരണരംഗത്തും നിറഞ്ഞു നിന്ന വ്യക്തികൾ. അതുകൂടാതെ തന്നെ മറ്റ് ഒട്ടേറെ മേഖലകളിൽ തങ്ങളുടെ കഴിവുകൾ തെളിയിച്ച ഉജ്ജ്വല പ്രതിഭകൾ, അവർക്കൊക്കെ ജന്മം നൽകിയ നാടാണ് മാവേലിക്കര നാട്. അവരൊക്കെ തന്നെ വിശ്വാസത്തിന്റെ വഴിയിലൂടെ കടന്നു വന്ന ഇടവകയാണ് ഈ ഇടവക എന്നുള്ളത് കൊണ്ട് തന്നെ മാവേലിക്കര പുതിയകാവ് സെന്റ് മേരീസ് ഇടവക, ഈ കത്തീഡ്രൽ പള്ളി വലിയ പ്രാധാന്യമാണ് ഈ നാടിനുള്ളത്, അല്ലെങ്കിൽ ഈ സമൂഹത്തിനുള്ളത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കാം. ഇവിടെ മലങ്കര ഓർത്തഡോക്സ് സഭയെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു കത്തീഡ്രൽ പള്ളിയായി ഉയർത്തിയത് 25 വർഷങ്ങൾക്ക് മുമ്പാണ്. 25 വർഷങ്ങൾക്ക് ശേഷമുള്ള ഈ കത്തീഡ്രൽ പള്ളിയുടെ വളർച്ച വളരെ അഭിമാനാർഹമാണ്. ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി. ഒരുപാട് പള്ളിയുടെ രൂപത്തിലും ഭാവത്തിലും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി. അതുപോലെ പള്ളിക്കകത്തും പുറത്തും നിരവധിയായ വികസന പ്രവർത്തനം നടന്നുകൊണ്ട് കൂടുതൽ ഇടവക അംഗങ്ങൾക്ക് ആരാധന നടത്തുവാനുള്ള സൗകര്യവും മറ്റ് അടിസ്ഥാന സൗകര്യവും ഒരുക്കി എന്നുള്ളതാണ്. കൂടാതെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മോളും മറ്റ് എല്ലാ സൗകര്യവും ഒരുക്കിക്കൊണ്ട് ഈ 25 വർഷക്കാലം കത്തീഡ്രൽ പള്ളിയായി മാറിയപ്പോൾ ഈ സെന്റ് മേരീസ് കത്തീഡ്രലിന് ഉണ്ടായ മാറ്റങ്ങളിൽ നമുക്ക് അഭിമാനം കൊള്ളുന്നു. ദൈവത്തിന്റെ മഹനീയമായ അനുഗ്രഹം ഈ ഇടവകയ്ക്കുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ ഈ ദിവസം പറയാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ മറ്റു കാര്യങ്ങളിലേക്കൊന്നും ദീർഘമായി കടന്നു പോകുന്നില്ല. അഭിവന്ധ്യ ബാവാ തിരുമേനി ചില കാര്യങ്ങളുടെ പരാമർശിക്കുകയുണ്ടായി. മലങ്കര ഓർത്തഡോക്സ് സഭ അനാഥമാണ്, ഒരു അനാഥത്വത്തിലാണ് നിൽക്കുന്നത് എന്ന് അഭിവന്ധ്യ ബാവാ തിരുമേനി പരാമർശിക്കുകയുണ്ടായി. നിശ്ചയമായും അടുത്ത കാലത്തുണ്ടായ ചില സംഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ബാവാ തിരുമേനി അങ്ങനെ പരാമർശിച്ചത് എന്ന് ഞാൻ കരുതുകയാണ്. ഞാൻ ബാവാ തിരുമേനിയുടെ അടുത്ത കാലത്തുണ്ടായ സംഭവങ്ങൾ തീർച്ചയായും സഭയ്ക്ക് വേദന ഉണ്ടാക്കിയിട്ടുണ്ട്, പിതാക്കന്മാർക്ക് വേദന ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷെ ഒന്ന് ശരിയാണ്, മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ ഒരുപാട് പ്രതിസന്ധികളെയും പ്രതിബന്ധങ്ങളെയും അതിജീവിച്ച് മുന്നേറിയ സഭയാണ് എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. ഈ സഭയെ തകർക്കുവാൻ വേണ്ടി സുപ്രീം കോടതി വരെ പോയിട്ട് അവിടെ പോലും രക്ഷപ്പെടാത്തവരാണ് എന്ന് ഈ സഭയെ തകർക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഞാൻ കാലം ചെയ്ത പരിശുദ്ധ മാർത്തോമാ മാത്യൂസ് ദിദിയൻ കാതോലിക്ക ബാവാ തിരുമേനി ഈ സഭയെ നയിക്കുമ്പോൾ സുപ്രീം കോടതിയിൽ വരെ കേസ് കിടക്കും. ആ കേസുമായി ബന്ധപ്പെട്ട് ഞാൻ അവിടെ സുപ്രീം കോടതി MP ആയിരിക്കുമ്പോൾ ഇവിടെ നിന്ന് കേസുമായി വന്നപ്പോൾ പലരും ബന്ധപ്പെടാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. ഞാൻ ഓർക്കുകയാണ്, തിരുമേനി പല പ്രസംഗങ്ങളും നടത്തുമ്പോൾ കേസിനെ സംബന്ധിച്ചാണ്. തിരുമേനി ആ ഒരു കാലഘട്ടത്തിൽ തന്നെ ഈ സുപ്രീം കോടതിയിലെ കേസ് എങ്ങനെ വരും, എങ്ങനെ അനുകൂലമായി വരുമോ പ്രതികൂലമായി വരുമോ എന്നതിനെ സംബന്ധിച്ച വലിയ ചർച്ചകൾ നടക്കുമ്പോഴും കാലം ചെയ്ത പരിശുദ്ധ ബസേലിയസ് മാർത്തോമാ മാത്യൂസ് ദിദിയൻ കാതോലിക്ക ബാവാ തിരുമേനിക്ക് യാതൊരു സംശയം ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം, അടിയുറച്ച വിശ്വാസം, ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതി പറഞ്ഞു മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയാണ് യഥാർത്ഥ സഭ എന്ന് പറയുകയുണ്ടായി എന്നുള്ളതാണ് ഞാനിവിടെ. അതുകൊണ്ട് ഈ സഭ ഒരിക്കലും അനാഥമാകുകയില്ല. ഈ സഭയ്ക്ക് ഒരിക്കലും മലങ്കര ഓർത്തഡോക്സ് സഭയെ ആർക്കും അനാഥത്വത്തിലേക്ക് കൊണ്ട് തള്ളിവിടാനും സാധ്യമല്ല എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ത്യയുടെ ഏറ്റവും വലിയ പരമോന്നത നീതിപീഠമായ നമ്മുടെ സുപ്രീം കോടതി പോലും അംഗീകാരം നൽകിയ സഭയാണ് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ എന്ന് ഞാൻ ഈ ദിവസം പറയാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് അങ്ങുമൊക്കെ ചില പൊട്ടലും ചിറ്റലും ഒക്കെ ഉണ്ടായെന്ന് പറഞ്ഞതുകൊണ്ട് അത് മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്ക് ഒരു പോറല് പോലും ഏൽപ്പിക്കാൻ കഴിയില്ല എന്ന് അടിവരയിട്ട് പറയുവാൻ ഞാൻ ഈ ദിവസം ഉപയോഗിക്കുകയാണ്. അതുകൊണ്ട് ഇന്നാരെങ്കിലും സഭയ്ക്ക് എതിരായിട്ടോ അല്ലെങ്കിൽ സഭയെ സഹായിക്കാത്തവരായി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് പിന്നീട് ദുഃഖിക്കേണ്ടി വരും, അവർക്ക് സഭയെ സഹായിക്കേണ്ട സാഹചര്യം വരും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. അതുകൊണ്ട്
മലങ്കര ഓർത്തഡോക്സ് സഭയെ ആർക്കെങ്കിലും തള്ളിക്കളയാൻ കഴിയുമോ? മലങ്കര ഓർത്തഡോക്സ് സഭയെ ആർക്കെങ്കിലും നിഷേധിക്കാൻ കഴിയുമോ? മലങ്കര ഓർത്തഡോക്സ് സഭയെ കണ്ടില്ലെന്ന് ആർക്കെങ്കിലും നടിക്കാൻ കഴിയുമോ? മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ശക്തി, മലങ്കര ഓർത്തഡോക്സ് സഭയുടെ സംഘടിതമായ ശക്തി, സഭാവിശ്വാസികളുടെ കൂട്ടായ്മയെ ആർക്കെങ്കിലും നിഷേധിക്കാൻ കഴിയുമോ? എനിക്ക് തോന്നുന്നില്ല ആരെങ്കിലും നിഷേധിക്കുമെന്ന്. കാരണം എന്താണ്? ഈ സഭ ഒന്ന് തീരുമാനിച്ചാൽ ആ തീരുമാനം നടപ്പാക്കാൻ കരുത്തുള്ള സഭയാണ് മലങ്കര ഓർത്തഡോക്സ് സഭ എന്ന് ഞാൻ കരുതുകയാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായും ഇന്നുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളെയൊക്കെ അതിജീവിക്കാനുള്ള ശക്തിയും കരുത്തും ഈ സഭയ്ക്കുണ്ട്. തീർച്ചയായും അത് അതിജീവിച്ചുള്ള സഭയാണ് എന്ന് പറയുവാൻ ഞാൻ വിനിയോഗിക്കുകയാണ്. അതുകൊണ്ട് പരിശുദ്ധ ബാവ തിരുമേനിക്ക് വേദനയുണ്ടായിട്ടുണ്ട് പല സംഭവങ്ങൾ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അത് മാറ്റാൻ അല്ലെങ്കിൽ അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ നിശ്ചയമായും ശ്രമിക്കേണ്ടത് ഞാൻ ഉൾപ്പെടെയുള്ള പൊതുപ്രവർത്തകരും രാഷ്ട്രീയ പ്രവർത്തകരും നേതാക്കന്മാരും ഒക്കെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അങ്ങനെ മലങ്കര സഭയ്ക്ക്, മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്ക് വേദനയുണ്ടാകുന്ന ഒരു സംഭവവും ഉണ്ടാകാൻ പാടില്ല എന്ന അഭിപ്രായത്തോട് ഞാൻ പൂർണ്ണമായി യോജിക്കുന്നു. അതിന് തീർച്ചയായും പൂർണ്ണമായ പിന്തുണ ഈ അവസരത്തെ പ്രഖ്യാപിക്കുവാൻ ഞാൻ ഈ ദിവസം വിനിയോഗിക്കുകയാണ്. അതിനെക്കുറിച്ച് ഞാൻ അത്തരം കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. തീർച്ചയായും കഴിഞ്ഞ 10-25 വർഷക്കാലമായി മലങ്കര ഓർത്തഡോക്സ് സഭയുമായി ചേർന്ന് പ്രവർത്തിക്കുന്നു. ഞാനൊരു ഓർത്തഡോക്സ് അംഗമായിട്ടല്ല ജനിച്ചെങ്കിലും 25 വർഷക്കാലമായി അടൂരിലും അമേരിക്കയിലും MP ആയി പ്രവർത്തിക്കുമ്പോൾ ഞാൻ ഫലത്തിലൊരു ഓർത്തഡോക്സ്കാരനായി മാറുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഓർത്തഡോക്സ് സഭയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും, എല്ലാ പ്രവർത്തനങ്ങളിലും എനിക്ക് ബന്ധപ്പെടാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. അഭിവന്യ അവസാന കാലം ചെയ്ത മലങ്കര ഓർത്തഡോക്സ് സഭയുടെ നമ്മുടെ ഭദ്രാസനാധിപൻ അഭിവന്യ പക്കോമിയോസ് തിരുമേനിയുടെ സ്നേഹവും വാത്സല്യവും ഞാനിവിടെ പരാമർശിക്കാൻ പോകുന്നത് ശരിയല്ല. ഞങ്ങളോട് അങ്ങേയറ്റ വാത്സല്യവും സ്നേഹവും കാണിച്ചുള്ള തിരുമേനിയാണ്. ഇന്ന് ഈ ചടങ്ങ് നടക്കുമ്പോൾ നേരത്തെ ഇവിടെ തിരുമേനി ഓർമ്മിച്ചതുപോലെ അഭിവന്യ പക്കോമിയോസ് തിരുമേനി ഇല്ലാത്തത് തീർച്ചയായും അത് നമ്മളെ വേദനിപ്പിക്കുകയാണ്. ഈ ഭദ്രാസനത്തിന്റെ ആദ്യത്തെ മിത്രപ്പൊലിത്ത എന്ന നിലയിൽ സ്തുതികരമായി സേവനമനുഷ്ഠിച്ചുകൊണ്ട് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ മാവേലിക്കര ഭദ്രാസനത്തിന് ധീരമായി നേതൃത്വം നൽകിയ അഭിവന്യ പക്കോമിയോസ് തിരുമേനി മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ശക്തനായ കരുത്തരായ മിത്രപ്പൊലിത്തയായിരുന്നു. അദ്ദേഹം ഒരുപാട് നല്ല കാര്യങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ടാണ് ഈ ഭദ്രാസനത്തിന് നേതൃത്വം നൽകിയത്. പക്ഷേ അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞു. ഈ ആഘോഷങ്ങൾ നടക്കുമ്പോൾ, ഈ സഹസ്രോത്തര ജൂബിലി നടക്കുമ്പോൾ അഭിനവ പക്കോമിയോസ് തിരുമേനി നമ്മളോടൊപ്പം ഇല്ലെങ്കിലും അദ്ദേഹത്തിന്റെ ഓർമ്മകൾ നമ്മുടെ മനസ്സുകളിൽ ജ്വലിച്ചു നിൽക്കുന്നു. ഞാൻ തിരുമേനിയെ ഈ അവസരത്തിൽ സ്മരിക്കുകയാണ്. അങ്ങനെ എത്ര മെത്രാപ്പൊലീത്തമാർ, എത്ര വൈദിക സിസ്റ്റർ, അവരുടെ എല്ലാം കർമ്മനിരതമായ പ്രവർത്തനം, ധന്യമായ നേതൃത്വം, അവരുടെ ആത്മീയമായ ചിന്തകൾ ഈ സഭയ്ക്കെന്നും മുതൽക്കൂട്ടാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചു 10-25 വർഷക്കാലം ജനപ്രതി എന്ന നിലയിൽ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ശക്തി കേന്ദ്രമായ മാവേലിക്കര അടൂർ ലോക്സഭാ മണ്ഡലത്തിൽ ജനപ്രതിയാകാൻ ഭാഗ്യം ലഭിച്ച ഒരാളെന്ന നിലയിൽ ഈ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ചെറുതും വലുതുമായ എല്ലാ പരിപാടികളിലും, എല്ലാ ചടങ്ങുകളിലും പങ്കെടുക്കാൻ അവസരം ലഭിച്ചിട്ടുള്ള ഒരാളെന്ന നിലയിൽ അഭിവന്യ മെത്രാപ്പൊലീത്തമാരുടെയും ബാബാ തിരുമേനിമാരുടെയും ഒക്കെ തന്നെ ലാളനം ഏറ്റുവാങ്ങിയിട്ടുള്ള ഒരാളെന്ന നിലയിൽ ഞാൻ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുമ്പോൾ എനിക്ക് അങ്ങേയറ്റം സന്തോഷവും അഭിമാനവുമുണ്ട്. അടുത്ത കാലത്ത് നമ്മുടെ കോട്ടയം പഴയ സെമിനാരി 200 വർഷം ആഘോഷിച്ച പഴയ സെമിനാരിക്ക് ഒരു സ്മാരക സ്റ്റാമ്പ് പുറപ്പെടുവിക്കുന്ന ബാബാ തിരുമേനിയും ഒക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു കത്തയച്ചപ്പോൾ അത് ഡൽഹിയിൽ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിൽ സംസാരിച്ച് പഴയ സെമിനാരിക്ക് 200 വർഷം പൂർത്തിയാക്കുന്നതിന് ഒരു സ്മാരക സ്റ്റാമ്പ് പുറപ്പെടുവിപ്പിക്കാൻ കേന്ദ്ര തപാൽ വകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട് എന്ന കാര്യം ഞാൻ സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. ചെറിയ ആവശ്യങ്ങളാണ് നമ്മൾ മുന്നിൽ ഉന്നയിച്ചിട്ടുള്ളത്. തീർച്ചയായും 1070 വർഷം പൂർത്തിയാക്കുന്ന നമ്മുടെ ഈ പുതിയകാവ് സെന്റ് മേരീസ് കത്തീഡ്രൽ പള്ളിക്കും തീർച്ചയായും ഈ ആഘോഷങ്ങളോടനുബന്ധിച്ച് ഉചിതമായ ഒരു സ്മാരകം ഉണ്ടാകേണ്ടതായിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നു. അതിനുവേണ്ട നടപടികൾ ഏത് തരത്തിലാണ് എന്നതിനെ സംബന്ധിച്ച് തീർച്ചയായും ആലോചിക്കും. ബന്ധപ്പെട്ട ഗവൺമെന്റുമായും അതോടൊപ്പം തന്നെ ബന്ധപ്പെട്ട ഭദ്രാസന മെത്രാപ്പൊലീത്തമായി ആലോചിച്ച് ഏതെങ്കിലും തരത്തിലൊരു നമുക്കിതിനെ തിരുമേനി പറഞ്ഞു ഇനി 10 വർഷം കൂടെ കഴിയുമ്പോൾ ഒരു വലിയ ആഘോഷം നമുക്ക് നടത്തേണ്ടി വരും എന്നിവിടെ പറയുകയുണ്ടായി. എന്തായാലും ഈ പുതിയകാവ് സെന്റ് മേരീസ് കത്തീഡ്രൽ ഇടവക അതിന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക്, സാധാരണക്കാർക്ക്, എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് എന്നും എക്കാലവും ആശ്വാസം നൽകുന്ന നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തിട്ടുള്ള
ഈ കത്തീഡ്രൽ പള്ളി ഈ തിരുവിതാംകൂറിൽ തിലകക്കുറിയാണ്. ഓണാട്ടുകരയുടെ അഭിമാനമാണ്. ഈ നാടിന് ആത്മീയമായ ദർശനം നൽകുവാൻ, ദൈവികമായ ദർശനം നൽകുവാൻ, അതോടൊപ്പം തന്നെ വിശ്വാസപരമായ മുന്നേറ്റത്തിന് സഹായകരമായ ഈ കത്തീഡ്രൽ പള്ളി ഇനിയും ഉത്തരോത്തരം മുന്നോട്ട് പോകട്ടെ. ഈ കത്തീഡ്രൽ പള്ളിയുടെ നിറഞ്ഞ സാന്നിധ്യം കൊണ്ട് ഈ നാടിനും ഈ ദേശത്തിനുമെല്ലാം തന്നെ ഐശ്വര്യവും അതോടൊപ്പം ആത്മീയമായ ചൈതന്യവും ലഭിക്കുമാറാകട്ടെ. ഇവിടുത്തെ പ്രാർത്ഥനകളും ഇവിടുത്തെ കുർബാനകളും ഇവിടുത്തെ ആഘോഷങ്ങളും ഇവിടുത്തെ ചടങ്ങുകളും ഒക്കെ തന്നെ ഈ നാടിനെ കൂടുതൽ കൂടുതൽ ധന്യമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഔപചാരികമായ ഉദ്ഘാടനം ഞാൻ നിർവഹിച്ചതായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി ശ്രീ കൊടുക്കുന്നിൽ സുരേഷിനുള്ളതായ നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. കത്തീഡ്രൽ ഇടവകയുടേതായ ഉപഹാരം ബഹുമാനപ്പെട്ട ഗീവർഗീസ് ജോർജ് ഇപ്പോൾ ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രിക്ക് സമ്മാനിക്കും. ബഹുമാനപ്പെട്ട മാവേലിക്കര MLA സാന്നിധ്യം ഏറ്റവും ശ്രദ്ധേയമാണ്. ഈ ചടങ്ങിലേക്ക് ഒറ്റ വാക്കിൽ ബഹുമാനപ്പെട്ട രാജേഷ് MLA ആത്മാർത്ഥപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. മാവേലിക്കര പുതിയകാപ്പള്ളിയുടെ ചരിത്രത്താളുകൾ വരും തലമുറകൾക്ക് പഠിക്കുവാൻ, മാവേലിക്കരയുടെ തനിമ മനസ്സിലാക്കുവാൻ ഉപയോഗപ്രദമായ ഒരു റഫറൻസ് ഗ്രന്ഥം തയ്യാറാക്കണമെന്നുള്ളതായ തീരുമാനപ്രകാരം അത് തയ്യാറായിരിക്കുന്നു. വിവിധ മണ്ഡലങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന തരത്തിൽ അവ ക്രോഡീകരിച്ചിരിക്കുന്നു. ഈ ധന്യമുഹൂർത്തത്തിൽ സോവനീർ പ്രകാശനം ചെയ്യുവാൻ ഈ ഇടവകയുടെ അഭിമാനഭാജനവും പുത്രനും പഴയ നിയമ പണ്ഡിതനും കാനഡ UK ഭദ്രാസനത്തിന്റെ അധിപനുമായ അഭിനന്ദ ഡോക്ടർ മാത്യൂസ് മാത്യുമോത്യൂസ് മെത്രാപ്പൊലീത്ത ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഈ സുവനീർ പ്രകാശിപ്പിച്ച ബഹുമാനപ്പെട്ട പത്തായികൾ ദച്ചന് നൽകിക്കൊണ്ട് ഇത് പ്രകാശനം ചെയ്യും. അഭിമന്യ തിരുമനസിന്റെ വാക്കുകൾക്കായിട്ട് ചെവിയോർക്കും. ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷനായിരിക്കുന്ന അഭിമന്യ നിക്കോദിമോസ് തിരുമേനി, സഹോദര മെത്രാപ്പൊലീത്ത അഭിമന്യ ദിമിത്രിയോസ് തിരുമേനി, കേന്ദ്ര തൊഴിൽ വകുപ്പ് സഹമന്ത്രി പ്രിയങ്കരനായ കൊടുക്കുന്നിൽ സുരേഷ്, അതുപോലെ തന്നെ BJPയുടെ സംസ്ഥാന നിർവാഹക സമിതി അംഗമായ പത്മനാഭൻ സാർ, മാവേലിക്കര MLA KR സുരേഷ്, അതുപോലെ തന്നെ മാവേലിക്കര മുനിസിപ്പൽ ചെയർമാൻ, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന വന്യ വൈദിക സഹോദരങ്ങളെ, മാതാപിതാക്കളെ, വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ, മാവേലിക്കര പുതിയ പള്ളി 1070 വർഷം തികയുന്ന ഈ മുഹൂർത്തത്തിൽ ഈ മംഗളകർമ്മത്തിൽ പങ്കെടുക്കുവാൻ അവസരം ലഭിച്ചൊരു ഭാഗ്യമായി കരുതുകയാണ്. വിശുദ്ധ തിരുമേനി സൂചിപ്പിച്ചതുപോലെ മലങ്കര സഭയ്ക്ക് എപ്പോഴും നല്ല നേതൃത്വം നൽകിയ, സംഭാവനകൾ നൽകിയ ഒരു പുരാതന ദേവാലയമാണ് മാവേലിക്കര. ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായിരുന്ന ശ്രീ ജേക്കബ് കുര്യൻ, ചിത്രമെഴുത്ത് KM വർഗീസ്, അതുപോലെ തന്നെ CM സ്റ്റീഫൻ, PC അലക്സാണ്ടർ, ഇങ്ങനെ സാമൂഹിക രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ തെളിഞ്ഞു നിന്ന അനേകം വ്യക്തിത്വങ്ങൾക്ക് ജന്മം നൽകിയ ഒരു ഇടവകയാണ്. ആത്മീയ രംഗത്തും അതുപോലെ തന്നെ അനേകം നേതാക്കന്മാരെ ഈ ഇടവക സംഭാവന നൽകിയിട്ടുണ്ട്. ഈ ആഘോഷങ്ങൾ പുതിയ ഒരു കാലഘട്ടത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ ആ നിലയിൽ നല്ല നേതാക്കന്മാരെ, നല്ല സംഭാവനകൾ ഈ സമൂഹത്തിന് സംഭാവന നൽകുവാൻ തക്കവണ്ണം, നല്ല നേതൃത്വം നൽകുവാൻ തക്കവണ്ണം ഈ ഓണാട്ടുകരയിലും ഈ കേരളത്തിന് തന്നെ ഈ ഇടവകയ്ക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഓരോ ആഘോഷവും അത് കഴിഞ്ഞ് വരുന്ന കർമ്മപരിപാടികളുടെ നിർവഹണത്തിലൂടെയാണ് ആ ആഘോഷങ്ങൾ ഏറ്റവും ശ്രേഷ്ഠമായി തീരുന്നത്. ഇന്ന് വലിയ ഗംഭീരമായ ഒരു റാലി നമ്മൾ നടത്തി. ചരിത്രത്തിൻ്റെ താളുകൾ അതെപ്പോഴും എഴുതപ്പെടും. ഇതുപോലെ തന്നെ ഇതിനുവേണ്ടി അധ്വാനിച്ച എല്ലാവരെയും പ്രത്യേകമായി അനുമോദിക്കുന്നു. ഇന്ന് ആഘോഷങ്ങളുടെ ഒരു വലിയ വേലിയേറ്റമാണ്. എന്തും ആഘോഷിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കാറുണ്ട്. എന്നാൽ ഈ സമൂഹത്തിന് സ്ഥായിയായി എന്തെങ്കിലും സംഭാവനകൾ നൽകുവാൻ, സാഹിത്യത്തിലായാലും സാമ്പത്തികമായാലും നേതൃത്വപരമായാലും ബുദ്ധിപരമായ നിലയിലായാലും ഈ മാവേലിക്കര പുതിയ സെന്റ് മേരീസ് കത്തീഡ്രലിന് നേതൃത്വം നൽകുവാൻ
ഇനിയും ദൈവം തമ്പുരാൻ സഹായങ്ങൾ നൽകട്ടെ. നല്ല നേതാക്കന്മാരെ ഈ സഭയ്ക്ക് സമൂഹത്തിന് പ്രദാനം ചെയ്യുവാൻ ഈ മാതാവിന് ഇവിടെയുള്ള എല്ലാ ദേവാലയങ്ങളുടെയും മുത്തശ്ശി എന്ന് വിളിക്കാൻ അർഹതയുള്ള ഈ ദേവാലയത്തിന് സാധിക്കട്ടെ എന്ന് പ്രത്യേകമായി ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളും നേരുന്നു. ഈ ആഘോഷത്തിന് അധ്വാനിച്ച എല്ലാവരെയും പ്രത്യേകമായി അനുമോദിക്കുന്നു. ഈ ആഘോഷത്തിന് നമ്മൾ മുന്നോട്ട് വെച്ച എല്ലാ പദ്ധതികളും അനുഗ്രഹകരമായി തീരട്ടെ. ഈ സോവനിയർ നമ്മുടെ ചരിത്രത്തിൻ്റെ ഒരു വലിയ സംഭാവനയായി, ഒരു മാർഗരേഖയായി അത് പരിലസിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അത് നമുക്കൊരു മാർഗനിർദ്ദേശം നൽകത്തക്ക വിധത്തിൽ വളരെ മനോഹരമായി അതിൻ്റെ കെട്ടിലും മട്ടിലും അത് ചുരുങ്ങിയ സമയം കൊണ്ട് അത് പൂവണിയിച്ച് അത് മനോഹരമാക്കി എല്ലാവരെയും അനുമോദിച്ചുകൊണ്ടും എല്ലാ നന്മകൾ നേർന്നുകൊണ്ടും ഞാൻ എൻ്റെ വാക്ക് ചുരുക്കുന്നു. ദൈവം തമ്പുരാൻ നമ്മെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. അഭിമന്യ തിരുമേനിയോടുള്ളതായ നന്ദി കൃപാവത്തിൽ സമർപ്പിക്കുന്നു. അഭിമന്യ ഡോക്ടർ ജോഷുവ മാർ നിക്കോദീമോസ് മെത്രാപ്പൊലീത്ത തിരുമനസിനും അഭിമന്യ ഡോക്ടർ തിമോത്തിയോസ് തിരുമനസിനും ഇടവകയുടേതായ പാരിതോഷികം ഇപ്പോൾ ബന്ധപ്പെട്ടവർ നൽകുന്നതാണ്. അഭിമന്യ തിമോത്തിയോസ് തിരുമേനിക്ക് പാരിതോഷികം നൽകുവാൻ സജി പി ജോഷുവ അവരെ ക്ഷണിക്കുന്നു. അഭിമന്യ നിക്കോദീമോസ് തിരുമേനിക്ക് പാരിതോഷികം നൽകുവാൻ തക്കവണ്ണം ബഹുമാനപ്പെട്ട ജോർജ് വർഗീസ് കൈമൂട്ടലിനെ ക്ഷണിക്കുന്നു. അടുത്തതായിട്ട് വെബ്സൈറ്റ് ഉദ്ഘാടനത്തിന്റെ കർമ്മം നിർവഹിക്കപ്പെടുകയാണ്. പുതിയകാവ് സെന്റ് മേരീസ് കത്തീഡ്രലിലെ ചരിത്ര നിമിഷങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അവയെ നിരീക്ഷിക്കുവാൻ പര്യാപ്ത നിലയിൽ ക്രമപ്പെടുത്തുവാൻ ആഗ്രഹിച്ചു. ഇന്ന് ആ നിമിഷം പൂവണിയുകയാണ്. പുതിയകാവ് പള്ളി .org എന്ന നിലയിൽ വെബ്സൈറ്റ് ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ നിർവാഹക സമിതി അംഗം ബഹുമാനപ്പെട്ട ശ്രീ CK പത്മനാഭൻ അവരുകളെ ആദരപൂർവ്വം ഈ സദസ്സിലേക്ക് ക്ഷണിക്കുന്നു. ഇത് വളരെ മനോഹരമായി ഇതിന്റെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചത് ഫോർ യു ക്രിയേറ്റീവ് ഡിജിറ്റൽ മീഡിയ കമ്പനി എറണാകുളം ആണ്. നമ്മുടെ ഇടവകയുടെ വെബ്സൈറ്റിന്റെ പേര് ഒരിക്കൽ കൂടി പ്രസ്താവിക്കുകയാണ്. www.pudiyagavapalli.org എന്നാണ് എന്നുള്ള കാര്യം കൂടി സ്നേഹപൂർവ്വം അറിയിക്കുന്നു. ബഹുമാനപ്പെട്ട CK പത്മനാഭൻ അവരുടെ വാക്കുകൾക്കായിട്ട് ചെവിയോർക്കും. ദയവ് ചെയ്ത് ആരും സമ്മേളന നഗരിയിൽ നിന്ന് പോകരുത് എന്നുള്ള കാര്യം കൂടി വളരെ സ്നേഹപൂർവ്വം വിനയപൂർവ്വം അപേക്ഷിക്കുകയും ചെയ്യും. സപ്തതി ജൂബിലി ആഘോഷ ചടങ്ങിൽ അധ്യക്ഷം വഹിക്കുന്ന അഭിനന്ദനായ ഡോക്ടർ ജോഷുവ മാർ നിക്കോദീമോസ് മെത്രാപ്പൊലീത്ത അവരെ ഈ മഹത്തായ ആഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്ത പരിശുദ്ധ ബസേലിയോസ് മാർത്തോമാ പൗലോസ് ദിയൻ കത്തോലിക്ക ബാവ അവരെ ഈ മഹത്തായ വേദിയിൽ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിച്ച വൈദിക ശ്രേഷ്ഠരെ, നമ്മുടെ പ്രിയപ്പെട്ട MLA രാജേഷ്, പ്രിയങ്കരനായ മുനിസിപ്പൽ ചെയർമാൻ ശ്രീ മുരളീധരൻ, ഈ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, 1070 വർഷം പിന്നിട്ട ഈ പുരാതനമായ ദേവാലയ അങ്കണത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള സപ്തതി, അതുപോലെ തന്നെ ജൂബിലി, രജത ജൂബിലി ആഘോഷ ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചത് വലിയൊരു സൗഭാഗ്യമായി ഞാൻ കരുതുകയാണ്. 1070 വർഷം, ഒരു സഹസ്രാബ്ദം പിന്നിട്ട ഒരു ദേവാലയത്തിൻ്റെ ചരിത്രത്തിൻ്റെ നാൾവഴികളിലേക്ക് കടന്ന് നമ്മുടെ കത്തീഡ്രൽ സെക്രട്ടറി കോശി തുണ്ടുപറമ്പിൽ തുടങ്ങി നമ്മുടെ പ്രഭാഷണം നടത്തിയ അഭിമന്യ തിരുമേനിമാർ നടത്തിയിട്ടുള്ള ശ്രദ്ധേയമായ വാക്കുകൾ നമ്മളെല്ലാം കേട്ട് കഴിഞ്ഞിരിക്കുകയാണ്.
ഓർത്തഡോക്സ് സഭ കേരളത്തിൽ വളരെ ഗുരുതരമായ ചില വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഓരോ ദിവസവും സഭ നേരിട്ടുകൊണ്ടിരിക്കുന്ന ചില പ്രയാസങ്ങൾ, ആ പ്രയാസങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ നമ്മുടെ അച്ചടി മാധ്യമങ്ങളിൽ കൂടിയും അതുപോലെ ഇലക്ട്രോണിക്സ് മാധ്യമങ്ങളിൽ കൂടിയും മനസ്സിലാക്കുവാൻ കേരളത്തിലെ സമൂഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഇത് എത്രയോ നൂറ്റാണ്ടുകളായി തുടർന്നു വരുന്ന പ്രതിസന്ധിയാണ് ഇപ്പോഴും സഭ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഈ പ്രതിസന്ധി പരിഹരിക്കുവാൻ ചുമതലപ്പെട്ട ആളുകൾ ആ ചുമതല കൃത്യമായി നിർവഹിച്ചിട്ടില്ല എന്നുള്ള പരാതി നേരത്തെ തന്നെ നമ്മുടെ കേരള സമൂഹത്തിൽ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അഭിമന്യനായ തിരുമേനി ഉദ്ഘാടന പ്രസംഗത്തിൽ വളരെ ഹൃദയസ്പർശിയായിട്ടുള്ള, ഹൃദയവേദന ഉളവാക്കുന്ന തരത്തിലുള്ള ചില സത്യങ്ങൾ നമ്മളോട് പറഞ്ഞു. അദ്ദേഹം ഒരു തമാശ രൂപത്തിലാണ് പറഞ്ഞതെങ്കിലും ഈ സമീപകാലത്തായി പണ്ട് പറഞ്ഞ രീതിയിലല്ല, ചില പിച്ചും പേയും പറയാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. അത് പിച്ചും പേയും പറയാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് അദ്ദേഹം ഈ സഭയിൽ തന്നെയല്ല പറഞ്ഞത്, അത് പറയേണ്ട ആളുകളുടെ മുഖത്ത് നോക്കി തന്നെ പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം ഇവിടെ ആവർത്തിച്ച് നമ്മളെ അറിയിക്കുകയാണ് ചെയ്തത്. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ചുമതലപ്പെട്ട ആളുകൾ അത് പരിഹരിക്കാതെ കേവലം ചില ഭംഗി വാക്കുകൾ പറഞ്ഞ് സഭാവിശ്വാസികളെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ, സമീപനങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ നിരന്തരമായി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആ പിച്ചുംപേയും പറയുന്നത് പിച്ചുംപേയുമാണ് എന്ന് ഉത്തരവാദപ്പെട്ട ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ ആ തെറ്റിദ്ധാരണ നീക്കുന്നതായിരിക്കും നന്നായിരിക്കും. കാരണം ആ പിച്ചും പേയും എന്ന് പറഞ്ഞ ആ വാക്കിനകത്ത് സംഹാരശക്തിയുള്ള അഗ്നിനാളങ്ങൾ അതിനകത്തുണ്ട്. ഈ അധികാരി വർഗത്തിന്റെ ദന്തഗോപുരങ്ങളെ കടപുഴക്കി എറിയാൻ കഴിവുള്ള കൊടുങ്കാറ്റിന്റെ ശക്തിയും ആ പിച്ചും പേയിലും ഉണ്ട് എന്ന് ഉത്തരവാദപ്പെട്ട ആളുകൾ മനസ്സിലാക്കുന്നത് നന്നായിരിക്കുമെന്ന് ഞാൻ സൗമനസ്യത്തോടുകൂടി അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കുകയാണ്. ഒരു കാര്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഈ അടുത്ത കാലത്ത് ഓർത്തഡോക്സ് സഭയുടെ വളരെ പ്രധാനപ്പെട്ട പിതാക്കന്മാർ കേരളത്തിൽ വന്നു പറഞ്ഞ ഒരു സത്യത്തിലേക്ക് ഞാൻ സാമാന്യമായി ഒരു വിരൽ ചൂണ്ടുകയാണ്. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് സഭയുടെ പ്രവർത്തനം സന്തോഷത്തോടു കൂടിയും സമാധാനത്തോടു കൂടിയും സുരക്ഷിതത്വ ബോധത്തോടു കൂടിയും നടത്താൻ സാധിക്കുന്നതിൽ സംതൃപ്തിയുണ്ട് എന്ന് പറഞ്ഞത് ഗുജറാത്തിൽ നിന്നും വന്നിട്ടുള്ള ഓർത്തഡോക്സ് സഭയുടെ വന്യരായ പിതാക്കന്മാരാണ് എന്ന കാര്യം ഞാൻ സാന്ദർഭികമായി ഇവിടെ സൂചിപ്പിക്കുകയാണ്. ഞാൻ സുദീർഘമായിട്ട് പ്രസംഗിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല. പ്രത്യേകിച്ചും ഈ പരിശുദ്ധമായ ദേവാലയ അങ്കണത്തിൻ്റെ അതിൻ്റെ ആ സത്യത്തിന് നിരക്കുന്നതല്ലാത്ത തരത്തിലുള്ള ഒരു വാക്കും ഉച്ചരിക്കുവാനും ആഗ്രഹിക്കുന്നില്ല. ഈ ദേവാലയത്തിൽ നിന്നും ഈ ഇടവകയിൽ നിന്നും നമ്മുടെ ഭാരതീയ സമൂഹത്തിന് സംഭാവന ചെയ്ത ഉന്നത ശീർഷരായിട്ടുള്ള വ്യക്തിത്വത്തെക്കുറിച്ചുള്ള സൂചനകൾ ഇവിടെ നൽകുകയുണ്ടായി. ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കട്ടെ. ഡോക്ടർ PC അലക്സാണ്ടർ, അദ്ദേഹം മഹാരാഷ്ട്രയുടെ ഗവർണറായിരുന്നു. അന്ന് അടൽ ബിഹാരി വാജ്പേയി കേന്ദ്രത്തിൽ പ്രധാനമന്ത്രിയായിരുന്നു. ഞാൻ ഈ കേരളത്തിലെ ഞങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെ സ്റ്റേറ്റ് പ്രസിഡന്റുമായിരുന്നു. അന്ന് രാഷ്ട്രപതി സ്ഥാനത്തേക്കുള്ള ആലോചന മുറുകി വന്ന സമയത്ത് സ്വാഭാവികമായും ഞങ്ങളുടെ പ്രധാനമന്ത്രി ഡോക്ടർ PC അലക്സാണ്ടറെ രാഷ്ട്രപതി സ്ഥാനത്തേക്ക് കൊണ്ടുവരണം എന്നുള്ള നിർദ്ദേശം വച്ചു. സ്വാഭാവികമായും അന്നത്തെ പ്രതിപക്ഷത്തിൻ്റെ സഹകരണത്തോടു കൂടിയാണ് അത് വേണ്ടത് എന്നും ഞങ്ങൾ തീരുമാനിച്ചു. നിർഭാഗ്യവശാൽ അജ്ഞാതമായ ഏതോ രാഷ്ട്രീയ കാരണങ്ങളാൽ PC അലക്സാണ്ടറെ രാഷ്ട്രപതിയാക്കണം എന്ന പ്രധാനമന്ത്രി വാജ്പേയിയുടെ നിർദ്ദേശത്തോട് സഹകരിക്കുന്ന ഒരു മനോഭാവമായിരുന്നില്ല അന്ന് പ്രതിപക്ഷത്തിനുണ്ടായിരുന്നത്. അതിൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിച്ചു? ഡോക്ടർ APJ അബ്ദുൽ കലാമിനെ പിന്നീട് രാഷ്ട്രപതി സ്ഥാനത്തെ കൊണ്ടുവന്നു.
മഹാരാഷ്ട്ര ഗവർണർ സ്ഥാനം കഴിയുന്ന മുറക്ക് ഡോക്ടർ PC അലക്സാണ്ടറെ വാജ്പേയി രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്ത് കൊണ്ടുവരികയും ചെയ്തു എന്നുള്ളതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ചില സത്യങ്ങളാണ്. ഈ വസ്തുതകളിലേക്ക് ഞാൻ ഈ സന്ദർഭത്തിൽ, കാരണം ഒരു വലിയ നേതാവ്, ഭാരതം മുഴുവനും വളരെ പ്രതീക്ഷയോടുകൂടി ഉറ്റുനോക്കിയിരുന്ന പ്രതിഭാതനായിട്ടുള്ള ഒരു വലിയ ഉന്നത ശീർഷനായ ഒരു ഭാരത പൗരനെ ഈ ചിരപുരാതനമായ ദേവാലയ സന്നിധിയിൽ നിന്ന് ഉയർത്തി നമ്മുടെ സമൂഹത്തിൽ ഭാരതത്തിന് സംഭാവന ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് ഈ ദേവാലയത്തിനും ഈ സഭയ്ക്കും ഇവിടുത്തെ വൈദിക ശ്രേഷ്ഠന്മാർക്കുമെല്ലാം അങ്ങേയറ്റം അഭിമാനിക്കാൻ വക നൽകുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഭാരതം എന്നുള്ളത് ചിരപുരാതനമായ ഒരു രാഷ്ട്രമാണ്. ലോകത്തിലെ ഏത് രാഷ്ട്രം ജനിക്കുന്നതിൻ്റെയും സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് രൂപം കൊണ്ട ഉത്തമമായ സംസ്കാരത്തോടുകൂടി തലയോടെടുപ്പോടുകൂടി ജീവിച്ചിരുന്ന വിരാജിച്ചിരുന്ന ഒരു ജനതയായിരുന്നു ഭാരതം. ഭാരതീയ സംസ്കാരം കൊണ്ടത് ലോക സമസ്ത സുഖിനോ ഭവന്തു വസുദൈവ കുടുംബകം. ലോകത്തിലെ സകല ചരാചരങ്ങളും ഈശ്വര ചൈതന്യം കൊണ്ട് നിറഞ്ഞതാണ്, ഈശ്വരമയമാണ്. ലോകം മുഴുവനും ഒരു കുടുംബമായി തീരട്ടെ എന്നുള്ള വിശ്വോത്തരമായ പ്രാർത്ഥന സമൂഹത്തിന് സംഭാവന ചെയ്ത ഉദാത്തമാകുന്ന സംസ്കാരം നമ്മുടെ ഭാരതത്തിലുണ്ട്. ആ ഭാരതീയ സംസ്കാരത്തോടും ഇതിൻ്റെ പൈതൃകത്തോടും ഏറ്റവും അടുത്ത്, ആ ഭാരതീയ സംസ്കാരത്തിൻ്റെ ആർഷഹൃദയ സംസ്കൃതിയോടും ഏറ്റവും അടുത്ത്, അതിൻ്റെ ഹൃദയത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ക്രിസ്തീയ സഭ, അത് ഓർത്തഡോക്സ് സഭ മാത്രമാണ് എന്നുള്ള സത്യത്തിന്റെ മുമ്പിൽ നാം അഭിമാന പുരസരം തലയെടുപ്പോടുകൂടി നിൽക്കുകയാണ്. മറ്റു പലയിടത്തും കാണുന്നത് ചോറിങ്ങും ഊറങ്ങും. ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട്. അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ജനിച്ച മണ്ണിൽ കാലുറപ്പിച്ചു നിന്നുകൊണ്ട് ഈ ജനിച്ച മണ്ണിന്റെ ആത്മാവിനോട് അങ്ങേയറ്റം നീതി പുലർത്തിക്കൊണ്ട് ഈ മണ്ണിൽ പ്രവർത്തിക്കുന്ന ഈ മണ്ണിന്റെ സഭ, ഭാരതത്തിന്റെ മണ്ണിന്റെ സഭ എന്ന എല്ലാ അർത്ഥത്തിലും അവകാശപ്പെടുവാൻ കഴിയുന്നത് മലങ്കര ഓർത്തഡോക്സ് സഭയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഉദ്ഘാടകനായിട്ടുള്ള അഭിമന്യനായ തിരുമേനി സഭ നേരിടുന്ന പ്രശ്നത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ക്രിസ്തുദേവൻ പീഡനം അനുഭവിക്കുന്നത് എങ്ങനെയാണോ അങ്ങനെയാണ് നമുക്ക് പലപ്പോഴും തോന്നിയത്. ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ ഏത് പ്രതിസന്ധിയെയും പരിഹരിക്കാൻ സാധിക്കും, വെല്ലുവിളികളെ നേരിടുവാൻ വേണ്ടി സാധിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് ചരിത്രം നമുക്ക് തന്നിട്ടുള്ള ചില സത്യപ്രകാശങ്ങളാണ്. അത് ആ വഴിയിൽ കൂടി മുന്നോട്ട് പോയാൽ നമുക്കറിയാം ക്രിസ്തുദേവൻ എങ്ങനെയാണ് ഉയർത്തെഴുന്നേറ്റത്. അതുപോലെ ഓർത്തഡോക്സ് സഭ ഇന്ന് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെങ്കിലും ഓർത്തഡോക്സ് സഭ അജയ്യമായ ശക്തിയോടുകൂടി ഉയർത്തെഴുന്നേറ്റ് വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന് പറഞ്ഞു. ആ സന്മനസ് എന്ന ആ ഒരു വലിയ സംഗതി നമ്മുടെ മനസ്സുകളെ ശുദ്ധീകരിക്കാൻ വേണ്ടി, മനസ്സിൽ ദൈവിക സാന്നിധ്യം ഉറപ്പിക്കുന്നതിന് വേണ്ടി, ആത്മീയതയുടെ പാതയിൽ അവിരാമമായി സഞ്ചരിക്കുക, ക്രിസ്തു ഭഗവാന്റെ ദൗത്യം അത് പൂർത്തീകരിക്കുന്നതിന് വേണ്ടി കരളുറപ്പോടുകൂടി മുന്നോട്ട് പോവുക എന്ന ഈ കാലഘട്ടത്തിന്റെ ദൗത്യം, ചരിത്രത്തിന്റെ ദൗത്യം, അത് മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഓർത്തഡോക്സ് സഭയ്ക്ക് എല്ലാ വിധത്തിലുള്ള വിജയവും ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതിനായി ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും മംഗളങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് ഭാരത്.